ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഫേസ് ഓക്കെ. അപ്പം നമ്മൾ ഇൻ്റർഫേസിനെ കുറിച്ച് പറഞ്ഞു. ഇൻ്റർഫേസിൽ എന്തൊക്കെയുണ്ട്? G1 ഫേസ് ഉണ്ട്, S ഫേസ് ഉണ്ട്, G2 ഫേസ് ഉണ്ട്. G1 ഫേസിൽ എന്താ നടക്കുന്നത്? G1 ഫേസിൽ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, സർട്ടൈൻ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്. S ഫേസിൽ എന്താ നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ എവിടെ നടക്കുന്നത്? S ഫേസ്. വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ S ഫേസിൽ ഒന്നുകൂടെ നടക്കുന്നുണ്ട്. അനിമൽസിൽ എന്താ നടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്താ? സെൻട്രിയോൾ എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? പിന്നെ G2 ഫേസ്. G2 ഫേസിൽ എന്താ നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്, സെല്ല് പിന്നെയും ഗ്രോ ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ ഇൻ്റർഫേസ് കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ M ഫേസ്, അതായത് മൈറ്റോട്ടിക് ഫേസ്. മൈറ്റോട്ടിക് ഫേസിന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താ? ഇക്വേഷണൽ ഡിവിഷൻ. എന്താ? ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ, ഇക്വേഷണൽ ഡിവിഷൻ. ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ ക്രോമസോം നമ്പർ 46 അല്ലേ? ഈ 46 ക്രോമസോം ഉള്ളത് ഡിവിഷൻ കഴിഞ്ഞാലും ഡോട്ടർ സെൽസിൽ എത്ര ക്രോമസോംസ് ഉണ്ടാവും? 46 ക്രോമസോംസ് തന്നെ ഉണ്ടാവും. അതിലൊരു ചേഞ്ച് ഉണ്ടാവില്ല. അതുപോലെ ഈ സെൽസ് പിന്നെയും ഡിവൈഡ് ചെയ്താലും 46 ക്രോമസോം തന്നെ പിന്നെയും ഉണ്ടാവും. അതായത് ഡിവിഷൻ നടക്കുന്നെന്ന് വെച്ചിട്ട് ക്രോമസോം നമ്പറിൽ എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ അല്ലേ? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയാൻ കാരണം എന്താ? ക്രോമസോം നമ്പറിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എം ഫേസ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താ? എം ഫേസ് സൈറ്റോകൈനസിസ് ഉണ്ട്, കാരിയോകൈനസിസ് ഉണ്ട്. ആദ്യം കാരിയോകൈനസിസ് നടക്കും, അതായത് ന്യൂക്ലിയർ ഡിവിഷൻ ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ആവും, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ വരും? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഈ ന്യൂക്ലിയർ ഡിവിഷൻ അതായത് കാരിയോകൈനസിസ് അത് നമ്മൾ 4 ഫേസ് ആയിട്ട് പറയാം. ഏതൊക്കെ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഏതൊക്കെയാടാ? കാരിയോകൈനസിന് 4 ഫേസ് ഏതൊക്കെ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ 4 ഫേസ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കല്ലേ. മോസ്റ്റ് ഡ്രാമാറ്റിക് പീരീഡ് ഓഫ് സെൽ സൈക്കിൾ ഇൻവോൾവിംഗ് മേജർ റീഓർഗനൈസേഷൻ ഓഫ് വെർച്വൽ ഓൾ കമ്പോണൻസ് ഓഫ് സെൽ സിൻസ് ദ നമ്പർ ഓഫ് ക്രോമസോം ഇൻ ദ പാരന്റ് ആൻഡ് പ്രോജനി സെൽസ് ആർ ദ സെയിം ഈസ് കോൾഡ് ഇക്വേഷണൽ ഡിവിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പാരൻറ്റിലും പ്രോജനി സെൽസിലൊക്കെ ക്രോമസോം നമ്പർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് അതിന് എന്ത് പറയും? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയും. ദോ കൺവീനിയൻസ് ഓഫ് മൈറ്റോസിസ് ഹാസ് ഡിവൈഡ് ഇൻറ്റു 4 സ്റ്റേജ്. ഏതൊക്കെ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അപ്പോൾ ഫസ്റ്റ് ഫേസ് പ്രോഫേസിൽ എന്താ നടക്കുന്നത്? പ്രോഫേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നോർമൽ സെല്ല്, ഇതിപ്പോൾ ഒരു നോർമൽ സെല്ലാന്ന് വിചാരിക്കുക. ഈ നോർമൽ സെല്ലിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു സെല്ല്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ഓക്കെ, ഈ ന്യൂക്ലിയസ് നോർമൽ സെൽസിൽ ന്യൂക്ലിയസിൽ എങ്ങനെ ഉണ്ടാവുക? ജനറ്റിക് മെറ്റീരിയൽ കോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. അതായത് ഇങ്ങനെ കോൾഡായിട്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ക്രോമാറ്റിൻ. ഈ ക്രോമാറ്റിൻ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ക്രോമസോമായിട്ട് മാറും. അപ്പോൾ പ്രോഫേസിൽ എന്താണ് നടക്കുക? ക്രോമാറ്റിൻ കണ്ടൻസസ് ടു ഫോം ക്രോമസോം. ക്രോമാറ്റിൻ എന്തായിട്ട് മാറും? ക്രോമസോമായിട്ട് മാറും. അതെവിടെ നടക്കുക? പ്രോഫേസിൽ ഒരു കാര്യം കൂടി നടക്കും. നമ്മൾ സെൻട്രോസോമിൻ്റെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ? സെൻട്രോസോം എപ്പോഴാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക? എസ് ഫേസ് ഓഫ് ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിൽ എസ് ഫേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സെൻട്രോസോം എന്ത് ചെയ്യും? പ്രോഫേസിൽ എവിടെ കണ്ടുവരുന്നത്? സെൻട്രോസോം എനിമൽ സെൽസിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഈ സെൻട്രോസോം എന്ത് ചെയ്യും? മൂവ് ടുവേർഡ്സ് ദ പോൾ. സെൻട്രോസോം എങ്ങോട്ട് പോവും? പോൾസിലേക്ക് മൂവ് ചെയ്യും. 2 ഓപ്പോസിറ്റ് പോൾസിലേക്ക് സെൻട്രോസോം മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈച്ച് സെൻട്രോസോം, അതായത് സെൻട്രോസോം ഓപ്പോസിറ്റ് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? റേഡിയേറ്റ്സ് ഔട്ട് മൈക്രോട്യൂബ്യൂൾസ് എന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്യും. ഈ മൈക്രോട്യൂബ്യൂൾസ് റേഡിയേറ്റ് ചെയ്യുന്ന പറയുന്ന പേരാണ് എന്ത്? ആസ്റ്റേഴ്സ്. ഈ സെൻട്രോസോം എന്ത് ചെയ്യും? സർട്ടൻ മൈക്രോട്യൂബ്യൂൾസ് റേഡിയേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എന്ത്? ആസ്റ്റേഴ്സ്. 2 ആസ്റ്റേഴ്സ് ടുഗദർ വിത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ്, അതിന് പറയുന്ന പേരാണ് എന്ത്? മൈറ്റോട്ടിക് അപ്പാരറ്റസ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, മൈറ്റോട്ടിക് അപ്പാരറ്റസിൽ എന്തൊക്കെയുണ്ട്? മൈറ്റോട്ടിക് അപ്പാരറ്റസിൽ സ്പിൻഡിൽ ഫൈബേഴ്സും ഉണ്ട്, 2 ആസ്റ്റേഴ്സും ഉണ്ട്. ഇതിന് ടുഗദർ പറയുന്ന പേരാണ് എന്ത്? മൈറ്റോട്ടിക് അപ്പാരറ്റസ്. അപ്പോൾ പ്രോഫേസിൽ എന്തൊക്കെ നടക്കുക?
ക്രോമസോം ക്രോമാറ്റിഡ് കണ്ടൻസസ് ടു ഫോം ക്രോമസോം. ക്രോമസോമൽ മെറ്റീരിയൽ എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ വായിക്കാം. ഈച്ച് ആൻഡ് എവറി ലൈൻ ഓഫ് NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. Prophase is a which first stage of karyokinesis of mitosis followed by S and G2 phase of interphase. In the S and G2 phase of new DNA molecules are formed, not distinct but intertwined. S phase ന്യൂ DNA molecules ഫോം ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ. Prophase is marked by the initiation of condensation of chromosomal material. Marked by the initiation of condensation of chromosome material. Chromosome material എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്തിട്ട് എന്തായി മാറും? ക്രോമസോം ആയിട്ട് മാറും. ആൻഡ് ബിക്കംസ് അൺടാങ്കിൾഡ് ഡ്യൂറിങ് പ്രോസസ് ഓഫ് ക്രോമാറ്റിൻ ഡിഗ്രി. ഈ ടാങ്കിൾ ചെയ്തിട്ടുള്ളത്, കോയിൽഡ് ചെയ്തിട്ടുള്ളത് അൺകോയിലായിട്ട് മാറും. ദ സെൻട്രോസോം വിച്ച് ഹാഡ് അണ്ടർഗോൺ ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിങ് എസ് ഫേസിൽ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സെൻട്രോസോം എന്ത് ചെയ്യും? നോ ബിഗിൻസ് ടു മൂവ് ടുവേർഡ്സ് ദ പോൾ. എങ്ങോട്ട് പോവും? സെൻട്രോസോം എന്ത് ചെയ്യും? പോൾസിലേക്ക് പോവും. ഓക്കെ. അപ്പോൾ പ്രോഫേസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? ക്രോമസോം മെറ്റീരിയൽ കണ്ടൻസസ് ടു ഫോം ക്രോമസോം. അപ്പോൾ ക്രോമസോം എങ്ങനെ ഉണ്ടാവുക? അതായത് ക്രോമസോമിൽ എന്തൊക്കെ വരും? ഒരു സെൻട്രോമിയർ ഉണ്ടാവും. അതിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും? നമ്മളെ ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. ഓക്കെ. ഒരു സെൻട്രോമിയർ ഉണ്ടാവും, അതിന് ചുറ്റുമായിട്ടൊരു ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. ഈ സെൻട്രോമിയറിന് ചുറ്റുമായിട്ട് ഒരു ഡിസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് എന്ത്? കൈനറ്റോകോർ. അപ്പോൾ ക്രോമസോമിൽ എന്തൊക്കെ ഉണ്ടാവാം? ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. ഓക്കെ, ക്രോമാറ്റിഡ്സ് ഉണ്ടാവും. ഈ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ എന്താ? കൈനറ്റോകോഴ്സ് ഉണ്ടാവും. ഓക്കെ, കൈനറ്റോകോഴ്സ് ഉണ്ടാവും. പിന്നെ അതുപോലെ എന്തുണ്ടാവും? ഒരു സെൻട്രോമിയർ ഉണ്ടാവും. ഇതൊക്കെ എന്താണ്? ഈ കൈനറ്റോകോർ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. നമ്മൾ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഈ സ്പിൻഡിൽ ഫൈബേഴ്സിനെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പോയിൻ്റാണ് എന്ത്? കൈനറ്റോകോഴ്സ്. ഓക്കെ. അപ്പോൾ ക്രോമസോമിൽ മെയിനായിട്ട് കണ്ടൻസ് ക്രോമസോമിൽ എന്തൊക്കെ കാണാൻ പറ്റും? സെൻട്രോമിയർ ഉണ്ടാവും, ക്രോമാറ്റിഡ്സ് ഉണ്ടാവും, കൈനറ്റോകോഴ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇനി പ്രോഫേസിനെ നമ്മൾ ഏർലി പ്രോഫേസ്, ലേറ്റ് പ്രോഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് പ്രോഫേസിൽ തന്നെ ഏർലി, അതായത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്രോഫേസിൽ എന്തൊക്കെ നടക്കും? ഞാൻ പറഞ്ഞ പോലെ ക്രോമസോം മെറ്റീരിയൽ കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറും. പിന്നെ അതുപോലെ എന്ത് ചെയ്യും? സെൻട്രോസോമൊക്കെ ചെയ്യും. അറ്റ് ദ എൻഡ് ഓഫ് പ്രോഫേസ്, അതായത് ലേറ്റ് പ്രോഫേസിൽ നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പൊക്കെ അല്ലേ, അതൊക്കെ എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലൊക്കെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിച്ചില്ലേ? സൈറ്റോപ്ലാസ്മത്തിൽ കണ്ടുവരുന്നതാണ് എന്ത്? ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇവരൊക്കെ എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. ഇവരൊക്കെ എന്ത് ചെയ്യും? പോകാൻ തുടങ്ങും. അപ്പോൾ ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോലസ് അവിടെ ന്യൂക്ലിയസിലാണ് കണ്ടുവരിക. ഇതുപോലെ ന്യൂക്ലിയർ എൻവലപ്പ് എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏർലി പ്രോഫേസിൽ ക്രോമസോം മെറ്റീരിയൽ കണ്ടൻസ് ചെയ്യും, സെൻട്രിയോൾസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോൾസിലേക്ക് പോകും. ലേറ്റ് പ്രോഫേസിലേക്ക് ഇട്ട് എന്ത് വരും? ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോലസ്, പിന്നെ അതുപോലെ ന്യൂക്ലിയർ എൻവലപ്പൊക്കെ എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പ്രോഫേസിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി അടുത്തത് മെറ്റാഫേസ്. പ്രോഫേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടുത്ത മെറ്റാഫേസിൽ എന്താ നടക്കുന്നത്? മെറ്റാഫേസിൽ വളരെ സിമ്പിൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസാണ് മെറ്റാഫേസ്. എന്താണെന്ന് വെച്ചാൽ ഈ ക്രോമസോം കണ്ടൻസ് ചെയ്തിട്ട് ക്രോമാറ്റിഡ് മെറ്റീരിയൽ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം ആയില്ലോ. ഈ ക്രോമസോം നമ്മളെ സെൽസിൻ്റെ ഇക്വേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ അലൈൻ ചെയ്യും. അതായത് സെൽസിൻ്റെ ഇക്വേറ്ററിൽ വന്നിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് വെക്കും. ഈ അലൈൻ ചെയ്ത് അതിന് പറയുന്ന പേരാണ് എന്ത്? മെറ്റാഫേസിക് പ്ലേറ്റ്. അതായത് ഇക്വേറ്ററിൽ വന്നിട്ട് ഒരു പ്ലേറ്റ് പോലെ ഇങ്ങനെ അലൈൻ ചെയ്യും. അതിന് പറയുന്ന പേരാണ് എന്ത്? മെറ്റാഫേസിക് പ്ലേറ്റ്. അപ്പോൾ മെറ്റാഫേസിക് പ്ലേറ്റ് ഫോം ചെയ്യും. പിന്നെ എന്തുണ്ടാവുക? നമ്മൾ പറഞ്ഞില്ലേ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. സെൻട്രിയോസോം വിത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ്, മൈറ്റോട്ടിക് അപ്പാറ്റസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ പ്രോഫേസിൽ? ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് എവിടെ? നമ്മളെ ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡിൻ്റെ ഇതുണ്ടല്ലോ, കൈനറ്റോകോറിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അതായത് കൈനറ്റോകോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻഡിൽ ഫൈബേഴ്സിന് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പോയിൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ കൈനറ്റോകോറിൽ വന്നിട്ട് എന്ത് ചെയ്യും? ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൻ്റെ കൈനറ്റോകോറിൽ വന്നിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യും. അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക? അത് അറ്റാച്ച് ചെയ്യുന്നതിന് ഒരു
കറക്റ്റ് ഒരു രീതിയുണ്ട്. അതായത് ഒരു പോളിൽ നിന്ന് ഒരു ക്രോമസോമിൻ്റെ ഒരു ക്രൊമാറ്റിഡിലേക്കാണ് അറ്റാച്ച് ചെയ്യുക. ആ സെയിം ക്രോമസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡിലെ അതിലേക്ക് ഓപ്പോസിറ്റ് പോളിൽ നിന്നും അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതായത് ഒരു ക്രോമസോമിൽ 2 കൈനറ്റോകോർ ഉണ്ടെങ്കിൽ 2 കൈനറ്റോകോറിലേക്കും സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണ്? ഓപ്പോസിറ്റ് പോൾസിൽ നിന്നാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ? നമുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ദ കംപ്ലീറ്റ് ഡിസഇൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് മാർക്ക് ദ സ്റ്റാർട്ട് ഓഫ് സെക്കൻഡ് ഫേസ് ഓഫ് മൈറ്റോസിസ്. അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് ലേറ്റ് പ്രോഫേസിൽ നമ്മൾ പറഞ്ഞില്ലേ, ന്യൂക്ലിയർ എൻവലപ്പ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മെറ്റാഫേസിൻ്റെ സ്റ്റാർട്ട് എന്ന് പറയാൻ എന്താ? ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫിഗർ കണ്ടോ നിങ്ങൾ? ഈ ഫിഗറിൽ പറയുന്നത് എന്താ? ന്യൂക്ലിയർ എൻവലപ്പ് മൊത്തം പോയിട്ട് ഒരു സൈറ്റോപ്ലാസത്തിൽ ക്രോമസോം ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന പോലെ അല്ലേ? അതുപോലെയാവും ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം എന്ന വ്യത്യാസമൊന്നുമില്ല. ആ രീതിയിലേക്ക് മാറും. കംപ്ലീറ്റ് ഡിസഇൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ് മാർക്ക് ദ സ്റ്റാർട്ട് ഓഫ് സെക്കൻഡ് ഫേസ് ഓഫ് മൈറ്റോസിസ്. ഹെൻസ് ദ ക്രോമസോം സ്പ്രെഡ് ത്രൂ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കും. ബൈ ദിസ് സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിൽ കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദേ ക്യാൻ ബി ഒബ്സർവ്ഡ് ക്ലിയർലി അണ്ടർ മൈക്രോസ്കോപ്പ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇതാട്ടോ, സെൻറ്റൻസ് ആട്ടോ. അതായത് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ക്രോമസോമിനെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയൊരു ഫേസാണ് എന്ത്? മെറ്റാഫേസ്. മെറ്റാഫേസിലാണ് കണ്ടൻസേഷൻ കംപ്ലീറ്റ് ആവുക ക്രോമസോം. അപ്പോൾ ഈ മെറ്റാഫേസ് പ്ലേറ്റാണ് നമ്മൾ മെയിനായിട്ട് ക്രോമസോമിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മെറ്റാഫേസിക് സ്റ്റേജിലുള്ള ക്രോമസോമിനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? കാരണം എന്താ? മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്രോമസോമിനെ ഈ ഫേസിൽ കാണാൻ പറ്റും. ഓക്കെ. ദെൻ ഈസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് മോർഫോളജി ഓഫ് ക്രോമസോം ഈസ് മോസ്റ്റ് ഈസിലി സ്റ്റഡീഡ്. മോർഫോളജി ഓഫ് ക്രോമസോം പഠിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസാണ് എന്ത്? മെറ്റാഫേസ്. ഓക്കെ. കാരണം എന്താ? മൈക്രോസ്കോപ്പിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയ ഫേസാണ് മെറ്റാഫേസ്. At this stage, metaphase chromosome is made up of 2 sister chromatids which are held together by a centromere and a small disc-shaped structure at the surface of centromere called kinetochore. ഇപ്പോൾ സെൻട്രോമിയറും കൈനറ്റോകോറും ഈ പേരൊക്കെ നേരത്തെ പറഞ്ഞില്ലേ? അതായത് ഈ ഒരു ഫേസിൽ ഫുള്ളി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോം. അതായത് ഇതെന്ത് ചെയ്യും? ഈ ക്രൊമാറ്റിഡ്സ് സെൻട്രോമിയർ ആയിട്ട് അറ്റാച്ച് ചെയ്യും. സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഒരു സെൻട്രോമിയർ വെച്ച് അറ്റാച്ച് ചെയ്യും. ഈ സെൻട്രോമിയർ ചുറ്റും ഒരു ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് എന്ത്? കൈനറ്റോകോർ. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ സെൻട്രോമിയറിലാണ് എന്ത്? സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഓക്കെ. അറ്റ് ദിസ് സ്റ്റേജ് മെറ്റാഫേസ് ക്രോമസോം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ് വിച്ച് ഹോൾഡ് ടുഗദർ ബൈ സെൻട്രോമിയർ. സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് അറ്റ് ദ സർഫസ് ഓഫ് സെൻട്രോമിയർ ഈസ് കോൾഡ് വാട്ട്? കൈനറ്റോകോർ. അതിനാണ് കൈനറ്റോകോർ എന്ന് പറയാം. ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ദീസ് സ്ട്രക്ചർ സെർവ്സ് ആസ് ദ സൈറ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഞാൻ അവിടെ പറഞ്ഞില്ല, സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്യുക? കൈനറ്റോകോറിൽ വന്നിട്ടാണ് അറ്റാച്ച് ചെയ്യാം. ഓക്കെ അല്ലേ? The structure serves as site of attachment of spindle fibers to the chromosome that are moved into the position of centromere cell. Okay. Hence, metaphase is characterized by all the chromosome coming to lie at the equator with one chromatid each chromosome connected by its kinetochore to spindle fibers from one pole. നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യമാണ്. അതായത് ഒരു ക്രൊമാറ്റിഡ് one chromatid of each chromosome connected by its kinetochore to spindle fiber from one pole. അതായത് ഒരു പോളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് ഒരു ക്രൊമാറ്റിഡിൽ അറ്റാച്ച് ചെയ്യും. ഇറ്റ്സ് സിസ്റ്റർ ക്രൊമാറ്റിഡ് ഈസ് കണക്റ്റഡ് ബൈ കൈനറ്റോകോർ ടു ദ സ്പിൻഡിൽ ഫൈബേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് പോൾ. ഒരു ക്രോമസോമിൻ്റെ തന്നെ 2 ക്രൊമാറ്റിഡ്സും ഓപ്പോസിറ്റ് പോൾസിലേക്കാണ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഇത് കണ്ടില്ലേ? ഓപ്പോസിറ്റ് പോൾസിൽ നിന്ന് വന്നിട്ടാണ് എന്ത് അറ്റാച്ച് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞു. ദ പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ് ഓഫ്
അലൈൻമെൻറ്റ് ഓഫ് ക്രോമസോംസ് അറ്റ് ദ മെറ്റാഫേസ് ഈസ് റിഫേർഡ് ആസ് മെറ്റാഫേസിക് പ്ലേറ്റ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. അതായത് മെറ്റാഫേസിക് പ്ലേറ്റ് എന്ന് വെച്ചാൽ എന്താ, ഇക്വേറ്ററിൽ വന്നിട്ട് ക്രോമസോമിൻ്റെ ഒരു പ്ലെയിനായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്യുന്നതിന് പറയുന്നവരാണ് എന്ത്, മെറ്റാഫേസിക് പ്ലേറ്റ്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മെറ്റാഫേസിൽ മെയിനായിട്ട് എന്തൊക്കെ വരുന്നത്, ഒന്നെന്താ, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു ക്രോമസോം. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും, അറ്റാച്ച്ഡ് ടു ക്രോമസോം. എന്ത് വഴി, കൈനറ്റക്കോർ വഴി. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമിലേക്ക് അറ്റാച്ച് ചെയ്യും എന്ത് വഴി, ത്രൂ കൈനറ്റക്കോർ. സ്പിൻഡിൽ ഫോം അറ്റാച്ച്ഡ് ടു കൈനറ്റക്കോർ ഓഫ് ക്രോമസോം. നെക്സ്റ്റ് എന്താ, ക്രോമസോം അലൈൻ ടു ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ ക്രോമസോം അലൈൻ ചെയ്യും, അതിന് പറയുന്ന പേരാണ് എന്ത്, മെറ്റാഫേസിക് പ്ലേറ്റ്. മെറ്റാഫേസിക് പ്ലേറ്റ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മെറ്റാഫേസിൽ മെയിനായിട്ട് എന്താ വരിക, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫേസ് ആട്ടോ മെറ്റാഫേസ്. മെറ്റാഫേസിലാണ് നമ്മൾ മെയിനായിട്ട് ക്രോമസോമിൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ അലൈൻ ചെയ്യുക, സ്റ്റഡി ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അനാഫേസ്. അനാഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ക്രോമസോം ഉണ്ടാവുന്ന, ക്രോമസോം ഇങ്ങനെ മെറ്റാഫേസിൽ അലൈൻ ചെയ്തുക. അതായത് ക്രോമസോം മെറ്റാഫേസിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുക. ക്രോമസോം ഇങ്ങനെ മെറ്റാഫേസിൽ ഇരിക്കുന്നുണ്ട് വിചാരിക്കുക, സ്പിൻഡിൽ ഫൈബേഴ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട്. ഓക്കെ, സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് വിചാരിക്കുക, സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ് വിചാരിക്കും. ഓക്കെ, ഒന്നുമില്ല. ഇത് ക്രോമസോം ഡിവൈഡ് ആവും. ക്രോമസോം എങ്ങനെ ഡിവൈഡ് ആവും, ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും. ഈ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യും, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിക്കും. അതായത് ഇങ്ങനെ ഇരുന്നിരുന്ന ക്രോമസോംസ് ഇങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് ഇത് സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോകും. അതിന് ആ ഒരു ഫേസിന് പറയുന്ന പേരാണെന്ത്, അനാഫേസ്. അനാഫേസിൽ എന്താ മെയിനായിട്ട് നടക്കുന്നത്, അനാഫേസിൽ നടക്കുന്നതാണ് സെൻട്രോമിയർ സ്പ്ലിറ്റ്സ് ആൻഡ് എന്ത് ചെയ്യും, സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആവും. ക്രോമാറ്റിഡ് എവിടെ പോവും, ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അനാഫേസിൽ എന്താ നടക്കുക, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയിട്ട് ക്രോമസോം ഓപ്പോസിറ്റ് ഫേസിലേക്ക് പോകും. On the onset of anaphase, each chromosome arranged at the metaphasic plate splits simultaneously and two daughter chromatids, now preferred to daughter chromosomes of the future daughter nuclei, begin migration towards the opposite poles. ഒന്നുമില്ല, ജസ്റ്റ് പുതിയ ആ ഒരു ക്രോമസോമിൻ്റെ ക്രോമാറ്റിഡ്സ് രണ്ടും സ്പ്ലിറ്റ് ആയി പോയിട്ട് രണ്ട് ഡോട്ടർ ക്രോമാറ്റിഡ്സ് ആയിട്ട് മാറും. ഇത് രണ്ടും ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. As each chromosome moves away from the equatorial plate, centromere of each chromosome remains directed towards the poles and hence the leading edge, with the arms of chromosome trailing behind. Very very important ആട്ടോ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ക്രോമസോമിൻ്റെ ഇതിങ്ങനെ മെറ്റാഫേസിക് വരച്ചുതരാം. മെറ്റാഫേസിക് പ്ലേറ്റിൽ ജസ്റ്റ് ഇങ്ങനെ ക്രോമസോം വെച്ചിട്ടുണ്ട് വിചാരിച്ചോ. മെറ്റാഫേസിക് പ്ലേറ്റിൽ ഇങ്ങനെ ക്രോമസോം ഡിവൈഡ് ചെയ്തു. ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിങ്ങനെ പോകുമ്പോൾ ഇതെങ്ങനെയാണ് അനാഫേസിക് പ്ലേറ്റിൽ അലൈൻ ചെയ്യാമെന്നറിയോ. അതായത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അനാഫേസിക് പ്ലേറ്റിൽ ഇത് രണ്ട് പോയിട്ട്, ഇത് അനാഫേസിക് പ്ലേറ്റിൽ എന്ത് രണ്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് ഇത് രണ്ട് ഓപ്പോസിറ്റ് പ്ലേറ്റിലേക്ക് പോകും. ഓക്കെ, ഒരു മിനിറ്റ്. മെറ്റാഫേസിൽ ഇത് ഉണ്ടാവില്ല കേട്ടോ, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടാവില്ലേ. ഓക്കെ, മെറ്റാഫേസിക് പ്ലേറ്റിൽ ക്രോമസോം അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ അലൈൻ ചെയ്ത ക്രോമസോം എന്ത് ചെയ്യും, സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടല്ലേ മെറ്റാഫേസിക് പ്ലേറ്റ് ഉണ്ടാവുക. ഇതിങ്ങനെ ചെയ്യും, സ്പിൻഡിൽ ഫൈബേഴ്സ് അലൈൻ ചെയ്തിട്ട് ഈ ക്രോമസോം എങ്ങനെ ചെയ്യും, സെൻട്രോമിയർ ടുവേർഡ്സ് ദ പോൾ ആൻഡ് ദ ക്രോമാറ്റിഡ് എന്ത് ചെയ്യും, ഇക്വേറ്ററിലേക്കും ഫേസ് ചെയ്തിട്ട് നിൽക്കും. ഇക്വേറ്ററിലേക്കും സെൻട്രോമിയർ ടുവേർഡ്സ് ദ പോളും. ഓക്കെ, അപ്പം അങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. അതായത് ഇത് വളരെ വരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ആ സെൻറ്റൻസ്. അതായത് ഇങ്ങനെ പോകുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻട്രോമിയർ എവിടെ നിൽക്കും, സെൻട്രോമിയർ പോൾസിലേക്കും
അതിൻ്റെ ബാക്കി ക്രോമാറ്റിഡ് ഇക്വേറ്റർ ടുവേർഡ്സ് ഇക്വേറ്ററും ഫേസ് ചെയ്ത് നിൽക്കും. ആസ് എ ക്രോമസോം മൂവ്സ് ടുവേർഡ്സ് അവേ ഫ്രം ദ ഇക്വേറ്റർ പ്ലേറ്റ്, ക്രോമസോം എന്ത് ചെയ്യും, ഇക്വേറ്റർ പ്ലേറ്റിൽ നിന്ന് അവേ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ, ആസ് ഈച്ച് ക്രോമസോം മൂവ് അവേ ഫ്രം ദ ഇക്വേറ്റർ പ്ലേറ്റ് സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം റിമെയിൻസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പോൾ. സെൻട്രോമിയർ എങ്ങോട്ട് ചെയ്യും, ടുവേർഡ്സ് പോൾസിൻ്റെ അങ്ങോട്ടേക്കാണ് ഡയറക്റ്റ് ചെയ്യുക. ഹെൻസ് ദ ലീഡിങ് എഡ്ജ് ദ ആംസ് ഓഫ് ദ ക്രോമസോം ട്രെയിലിംഗ് ബിഹൈൻഡ് ആംസ് ഓഫ് ദ ക്രോമസോം എന്ത് ചെയ്യും, അതായത് സെൻട്രോമിയർ പോൾസിലേക്ക് അറ്റാച്ച് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് സെൻട്രോമിയർ പോൾസിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ക്രോമാറ്റിഡ്സ് ആംസ് എന്ത് ചെയ്യും, ഇക്വേറ്ററിലേക്ക്, അതായത് താഴത്തോട്ടോ അല്ലെങ്കിൽ ഇക്വേറ്റർ ഫേസ് ചെയ്തിട്ട് ട്രെയിലിംഗ് ബിഹൈൻഡ് ആയിട്ട് നിൽക്കും. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. അനാഫേസിൽ അപ്പോൾ എന്താ നടക്കുക, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും. മെറ്റാഫേസിൽ അലൈൻ ചെയ്ത പ്ലേറ്റിലുണ്ടല്ലോ, അതിൻ്റെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആയിട്ട് 2 പോളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. പിന്നെ അപ്പോൾ അതൊക്കെ അനാഫേസ് ഓക്കെ, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ഓക്കെ. അപ്പോൾ 2 പോളിലേക്കായിട്ടും മാറി, സെൻട്രോമിയർ സ്പ്ലിറ്റായി 2 പോളിലേക്കായിട്ടും മാറി. ഇനി ലാസ്റ്റ് ഫേസ് ഓഫ് കാരിയോകൈനസിസത്തെ ലാസ്റ്റ് ഫേസ് എന്തുണ്ടാവുക, അതിൻ്റെ പേരാണെന്ത്, ടീലോഫേസിൽ എന്തുണ്ടാവുക, ടീലോഫേസിൽ വളരെ സിമ്പിളാണ്. അതായത് ഈ ഓപ്പോസിറ്റ് പോളിലേക്ക് നമ്മളെ ക്രോമാറ്റിക് മെറ്റീരിയൽ പോയില്ലേ, ഇവരൊക്കെ എന്ത് ചെയ്യും, ഡീകണ്ടൻസ് ചെയ്യും. നമ്മൾ പറഞ്ഞു നേരത്തെ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം ഉണ്ടായിരുന്നത്, ഇവിടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും. അതായത് ക്രോമസോം ഡീകണ്ടൻസ് ചെയ്തിട്ട് ഇനീഷ്യൽ ആ ഒരു ക്രോമാറ്റിൻ ഉണ്ടല്ലോ, കോയിൽഡ്, ആ ഒരു രീതിയിലേക്ക് മാറും, ഡീകണ്ടൻസ് ചെയ്യും. പിന്നെ നമുക്ക് അവരെ ഇൻഡിവിജ്വലി ക്രോമാറ്റിഡ് അങ്ങനെ ഒന്നും വിളിക്കാൻ പറ്റില്ല. ഡീകണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ന്യൂക്ലിയർ എൻവലപ്പ് റീഫോം ചെയ്യും. അതിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്ക്രീറ്റ് ആയിട്ട് നിൽക്കും, ഒരു കോയിൽഡ് രൂപത്തിൽ പഴയതുപോലെ ഇനീഷ്യലി ഒരു നോർമൽ സെൽ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ എന്ത് ചെയ്യുക, ടീലോഫേസിൽ എന്താ നടക്കുക, at the beginning of final stage of karyokinesis, that is telophase, chromosomes that have reached their respective poles decondense ചെയ്യും and lost their individuality lost ആവും. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എന്താവില്ല, ഇതിൻ്റെ എന്ത് പറയാൻ പറ്റില്ല, നമ്മൾ ക്രോമസോം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഇതും പോവും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, ന്യൂക്ലിയർ എൻവലപ്പ് കാര്യങ്ങളൊക്കെ തിരിച്ചു വരും. അപ്പോൾ അത് സെപ്പറേറ്റ് 2 ഡോട്ടർ ന്യൂക്ലിയൈ, അതായത് ആ ഒരു പാരൻറ്റ് ന്യൂക്ലിയൈ ഡിവൈഡായി 2 സെപ്പറേറ്റ് ഡോട്ടർ ന്യൂക്ലിയൈ പോലെ അത് നിൽക്കും. ഇതിൽ പറയുന്ന പോലെ 2 ഡോട്ടർ ന്യൂക്ലിയൈ ആയിട്ട് നിൽക്കും. ഓക്കെ, 2 ഡോട്ടർ ന്യൂക്ലിയൈ ആയിട്ട് നിൽക്കും. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഫൈനൽ സ്റ്റേജ് ഓഫ് കാരിയോകൈനസിസ് ഡീകണ്ടൻസ് ആൻഡ് ലോസ് ദെയർ ഇൻഡിവിജ്വാലിറ്റി ലോസ് ചെയ്യും. ഇൻഡിവിജ്വൽ ക്രോമസോം നോ ലോങ്ങർ ബീൻ സീൻ ആൻഡ് ഈച്ച് സെറ്റ് ഓഫ് ക്രോമാറ്റിക് മെറ്റീരിയൽ ടെൻസ് ടു റീകളക്ട് ദ 2 poles ആൻഡ് ദ സ്റ്റേജ് ഷോസ് ഫോളോയിങ് ഇവൻറ്റ്സ്. ഒന്നുമില്ല, ഡീകണ്ടൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ലോസ് ചെയ്തിട്ട് അതങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിലെന്താണ് മെയിനായിട്ട് നടക്കുന്ന ഇവൻറ്റ്സ്, നമ്മളെ ക്രോമസോം ക്ലസ്റ്റർ ഓഫ് cluster at the opposite spindle forms their identity lost as discrete elements. സെപ്പറേറ്റ് നമ്മൾ ക്രോമാറ്റിൻ അങ്ങനെയൊന്നും പിന്നെ പറയില്ല, അത് അതിൻ്റെ സ്ട്രക്ചർ ലോസ്റ്റ് ആവും. ന്യൂക്ലിയർ എൻവലപ്പ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതുപോലെ ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ തിരിച്ചു വരും. നമ്മൾ പറഞ്ഞില്ലേ, ന്യൂക്ലിയോലസ്, ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന എപ്പോഴാണ്, ലേറ്റ് പ്രോഫേസ്. അപ്പോൾ ലേറ്റ് പ്രോഫേസിൽ പോയ ആൾക്കാരൊക്കെ എന്ത് വരും, തിരിച്ചു വരും. എന്തൊക്കെ തിരിച്ചു വരും, ന്യൂക്ലിയർ എൻവലപ്പ് തിരിച്ചു വരും, ന്യൂക്ലിയോലസ് തിരിച്ചു വരും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തിരിച്ചു വരും, ഗോൾഗി കോംപ്ലക്സ് തിരിച്ചു വരും. ഇവരൊക്കെ തിരിച്ചു വന്നിട്ട് ഒരു സെപ്പറേറ്റ് എന്തായിട്ട് മാറും, അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ 2 ഡോട്ടർ ന്യൂക്ലിയൈ ഉള്ള രീതിയിലായിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി ഫൈനൽ സ്റ്റേജ് ഓഫ് എം ഫേസ്, അതായത് കാരിയോകൈനസിസ് കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്തു, ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്തു. ഇനി ഫൈനൽ സ്റ്റേജ് ഓഫ് എം ഫേസ്, അതായത് സൈറ്റോകൈനസിസ്, സൈറ്റോപ്ലാസം കൈനസിസ് ഡിവിഷൻ, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. ഓക്കെ, സൈറ്റോകൈനസിസ് എങ്ങനെയാണ് നടക്കുക, സൈറ്റോകൈനസിസ് എനിമൽ സെൽസിലും പ്ലാന്റ് സെൽസിലും ഒരുപോലെയാണോ നടക്കുക, നിങ്ങൾ പറ. സൈറ്റോകൈനസിസ് എനിമൽ സെൽസിലും പ്ലാന്റ് സെൽസിലും ഒരുപോലെയാണോ നടക്കുക, അല്ല, വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് നടക്കുക എന്നറിയോ, കാണിച്ചു തരാം.
സൈറ്റോകൈനസിസ് എനിമൽ സെൽസിലും പ്ലാന്റ് സെൽസിലും ഡിഫറെൻ്റ് ആയിട്ട് നടക്കുക. ഇതിപ്പോൾ ഒരു നോർമൽ സെല്ലാണ്. നോർമൽ സെല്ലല്ല, ടീലോഫേസ് കഴിഞ്ഞ് ഇരിക്കുന്ന സെല്ല്. അതിലെന്ത് ചെയ്യും? രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഇത് എനിമൽസിൻ്റെ കേസിൽ ഇത് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സെല്ല് എന്ത് ചെയ്യും? എനിമൽസിൻ്റെ കേസിൽ നോർമൽ സെൽസ് ഇങ്ങനെ വന്നിട്ട് ഇതൊരു ഫറോ ഫോം ചെയ്യും. ഇതെന്ത് ചെയ്യും? ഒരു ഫറോ ഫോം ചെയ്യും. ഇങ്ങനെ ഒരു ഫറോ ഫോം ചെയ്യും. ഈ ഫറോ ഫോം ചെയ്തിട്ട് ഇതിങ്ങനെ ഈ ഫറോ എന്ത് ചെയ്യും? കം ടുവേർഡ്സ് ദ സെൻറ്റർ. അതായത് പെരിഫറിയിൽ ഒരു ഫറോ ഫോം ചെയ്തിട്ട് ഇതിങ്ങനെ സെൻറ്ററിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വരും. രണ്ടും കൂടി വന്നിട്ട് സെൻറ്ററിൽ വന്നിട്ട് കൂട്ടിമുട്ടിയിട്ട് അതെന്ത് ചെയ്യും? രണ്ട് സെപ്പറേറ്റ് സെല്ലായിട്ട് മാറും. അപ്പോൾ എനിമൽ കേസിൻ്റെ കേസിൽ എങ്ങനെ വരിക? അതായത് എന്ത് ഫോം ചെയ്യും? ഒരു ഫറോ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് എന്തായിട്ട് മാറും? ഒരു ഫറോ ഫോം ചെയ്തിട്ട് അത് സെൻട്രലി എങ്ങനെ വരും? സെൻട്രലിലേക്ക് വന്നിട്ട് അതെന്ത് ചെയ്യും? എന്ത് ചെയ്യും? അത് രണ്ടായിട്ട് മാറും. രണ്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സെൽസായിട്ട് മാറും. പ്ലാന്റ്സിൻ്റെ കേസിൽ ഇങ്ങനെ പറ്റുമോ? നിങ്ങൾ പറ. പ്ലാന്റ്സിൻ്റെ കേസിൽ ഇങ്ങനെ പറ്റില്ല. കാരണം എന്താ? പ്ലാന്റ്സിന് എന്തുണ്ട്? സെൽ വാളുണ്ട്. എനിമൽസ് കേസിൽ സെൽ വാളില്ല. അപ്പോൾ സെൽ വാൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഫറോ ഫോം ചെയ്തിട്ട് വന്നിട്ട് രണ്ടായി പോകാൻ പറ്റില്ല. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ ഈ ഒരു കേസ് പറ്റില്ല. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുക, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുക? എങ്ങനെ? പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, പ്ലാന്റ്സിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഷൻ പറഞ്ഞപ്പോൾ കുറേ മറ്റേ മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്ന് പറഞ്ഞ ഓർമ്മല്ലേ? സ്പിൻഡൽ ഫൈബേഴ്സും ആസ്റ്റേഴ്സും സംഭവങ്ങളൊക്കെ. ഈ സംഭവങ്ങളൊക്കെ ഡീഗ്രേഡ് ചെയ്യും. അതായത് സെൽ ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആവശ്യമില്ലല്ലോ. ഇവരൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? ഇവർ വന്നിട്ട് നമ്മളെ മെറ്റാഫേസിക് പ്ലേറ്റ് ഉണ്ടായിരുന്നില്ലേ, ആ ഭാഗത്ത് വന്നിട്ട്, അതായത് ബിറ്റ്വീൻ ദ ടു സെൽസ് അവിടെ വന്നിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. ഫസ്റ്റ് സെൻറ്ററിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. പിന്നെ അതിങ്ങനെ എടപ്പായിട്ട് ഇങ്ങനെ പെരിഫറിയിലേക്ക് പോയിട്ട് രണ്ട് സെല്ലായിട്ട് മാറും. അപ്പോൾ ഇത് എന്തിൻ്റെ കേസാണ്? ഇത് എനിമൽ സെല്ലിലും ഇത് പ്ലാന്റ് സെല്ലിലും. ഓക്കെ, എനിമൽ സെല്ലിൽ എന്താ വരിക? സൈറ്റോപ്ലാസ്മിക് ഫറോ ഫോം ചെയ്തിട്ട് അതെന്ത് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മാറും. പ്ലാന്റ് സെൽസിൽ എന്ത് ചെയ്യും? ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. പ്ലാന്റ് സെൽസിൽ എന്താ ഫോം ചെയ്യുക? സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. ഓക്കെ, സിമ്പിളല്ലേ? അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ സൈറ്റോകൈനസിസ് മെയിനായിട്ട് എനിമൽ സെൽസിനും പ്ലാന്റ് സെൽസിനും സൈറ്റോകൈനസിസ് നടക്കുന്നത് രണ്ട് രീതിയിലാണ്. എനിമൽ സെൽസിലാണെങ്കിൽ ഒരു ഫറോ ഫോം ചെയ്തിട്ട് അത് വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഇതാവും. പ്ലാന്റ് സെൽസിൻ്റെ കേസിൽ എന്താ? ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യും, അത് വരും. അപ്പോൾ ഇത് നോക്കിയാൽ എനിമൽ സെൽസിൻ്റെ കേസിൽ ഫസ്റ്റ് ഇത് പെരിഫറിയിലാണ് ഒരു ഫറോ ഫോം ചെയ്യുക, പിന്നെ അത് സെൻറ്ററിലേക്ക് വരിക. അപ്പോൾ ഇതെന്താണ്? പെരിഫറി ടു സെൻറ്ററാണ് എന്ത്? സൈറ്റോകൈനസിസ് നടക്കുക. ഈ കേസിൽ എന്താ? പ്ലാന്റിൻ്റെ കേസിൽ ഫസ്റ്റ് സെൻറ്ററിലാണ് എന്ത് ചെയ്യുക? സെൽ പ്ലേറ്റ് ഫോം ചെയ്യുക, അത് പിന്നെ പെരിഫറിക്ക് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പ്ലാന്റിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക? സെൻറ്റർ ടു പെരിഫറി. പ്ലാന്റിൻ്റെ കേസിൽ സെൻറ്റർ ടു പെരിഫറി, എനിമലിൻ്റെ കേസിൽ പെരിഫറി ടു സെൻറ്റർ. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? നമുക്ക് സെൻറ്റൻസ് വായിച്ചു നോക്കാം. ടീച്ച് ആൻഡ് ലൈൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, mitosis accomplishes not only the segregation of duplicated chromosome into daughter nuclei, karyokinesis മാത്രമല്ല, but cell itself divided into two daughter cells by separation of cytoplasm. സൈറ്റോകൈനസിസ് അറിയാലോ, സൈറ്റോകൈനസിസ് വഴിയാണ് എന്ത്? സൈറ്റോപ്ലാസം സെപ്പറേറ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, രണ്ട് സെല്ലാവണമെങ്കിൽ സൈറ്റോപ്ലാസം കൂടെ വേണം. അറ്റ് ദ എൻഡ് ഓഫ് വിച്ച് സെൽ ഡിവിഷൻ ഈസ് കംപ്ലീറ്റഡ്. ഇൻ എനിമൽ സെല്ലിൽ എന്തുണ്ടാവുക? എനിമൽ സെൽസിൽ എങ്ങനെയാണ് സൈറ്റോകൈനസിസ് നടക്കുക? ഞാൻ പറഞ്ഞില്ലേ, അപ്പിയറൻസ് ഓഫ് എ ഫറോ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. എനിമൽ സെൽസിൽ പ്ലാസ്മ മെംബ്രെയിനിൽ എന്ത് ചെയ്യും? ഒരു ഫറോ ഫോം ചെയ്യും. ഈ ഫറോ ഗ്രാജുവലി ഡീപ്പൻസ്, ഉള്ളിലോട്ട് വന്ന് സെൻറ്ററിലോട്ട് വന്ന് എന്ത് ചെയ്യും? ജോയിൻസ് ഇൻ ദ സെൻറ്റർ, ഡിവൈഡിങ് ദ സൈറ്റോപ്ലാസം ഇൻ ടു. ഞാൻ പറഞ്ഞ സിമ്പിൾ തന്നെ. അതായത് ഫറോ ഫോം ചെയ്യും പ്ലാസ്മ മെംബ്രെയിനിൽ, അതിങ്ങനെ സെൻറ്ററിലേക്ക് വന്നിട്ട് അതെന്ത് ചെയ്യും? സെൻറ്ററിൽ വെച്ച് മുട്ടും, രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. ഡൗട്ടൊന്നുമില്ലല്ലോ? സൈറ്റോപ്ലാസ്മിക് ഫറോ ഫോം ചെയ്യും,
അതിങ്ങനെ സെൻറ്ററിലേക്ക് വന്ന് ഇവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അങ്ങനെ പ്ലാന്റ്സിൻ്റെ കേസിൽ എനിമൽസിൻ്റെ കേസിൽ സൈറ്റോപ്ലാസ്മിക്. പ്ലാന്റ്സിൻ്റെ കേസിൽ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? പ്ലാന്റ്സിന് എന്തുണ്ട്? സെൽ വാളുണ്ട്. അതുകൊണ്ട് വെറും സൈറ്റോപ്ലാസ്മിക് ഫർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സെൽ വാൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ല. നമുക്ക് എന്ത് വേണം? വേറെ രീതിയിൽ നോക്കണം. അതായത് എന്ത് ചെയ്യും? ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. എവിടെ ഫോം ചെയ്യും? സെൻറ്റർ ഓഫ് ദ സെൽ, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ. പ്ലാന്റ് സെൽസ് ഹവർ ആർ എൻക്ലോസ്ഡ് ബൈ റിലേറ്റീവ്ലി ഇൻഎക്സ്റ്റെൻസിബിൾ സെൽ വാൾ. സെൽ വാൾ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? ദെർഫോർ അണ്ടർഗോ സൈറ്റോഗോസ് ബൈ എ ഡിഫറെൻറ്റ് മെക്കാനിസം. ഒരു ഡിഫറെൻറ്റ് മെക്കാനിസം വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ സിൻതസിസ് നടക്കുക. ഇൻ പ്ലാന്റ് സെൽസ് വാൾ ഫോർമേഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെൽ. സെൻറ്ററിലാണ് ഇവിടെ വാൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എനിമൽസിൽ എവിടെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫർ ഫോം ചെയ്യുന്നത് പെരിഫറിയാണ്, പിന്നെ സെൻറ്ററിലേക്ക് വരിക ചെയ്യുന്നത്. പക്ഷേ പ്ലാന്റ്സിൻ്റെ കേസിൽ സെൻറ്ററിലാണ് വാൾ ഫോർമേഷൻ. ഗ്രോസ് ഔട്ട്വേർഡ്സ് ടു മീറ്റ് ദ എക്സിസ്റ്റിംഗ് ലാറ്ററൽ വാൾ. ഫസ്റ്റ് സെൽ പ്ലേറ്റ് എവിടെ ഫോം ചെയ്യുക? സെൻറ്ററിൽ ഫോം ചെയ്യും, പിന്നെ അത് പെരിഫറിലേക്ക് ജോയിൻ ചെയ്ത് പോകും. സെൻറ്ററിൽ ഫോം ചെയ്തിട്ട് സെൻറ്ററിൽ സെൽ പ്ലേറ്റ് ഫോം ചെയ്യും, പിന്നെ അതെവിടെ പോകും? ഇവിടെ ഫോം ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ പെരിഫറിക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ? അതുപോലെ. ഓക്കെ. ദ ഫോർമേഷൻ ഓഫ് ന്യൂ സെൽ വാൾ ബിഗിൻസ് വിത്ത് വൺ ഫോർമേഷൻ ഓഫ് സിമ്പിൾ പ്രിക്വസർ കോൾഡ് സെൽ പ്ലേറ്റ്. സെൽ പ്ലേറ്റ് ഫോം ചെയ്യുമ്പോഴാണ് സെൽ വാളിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സെൽ പ്ലേറ്റ് എങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ലേ? നമ്മളെ മൈറ്റോട്ടിക് അപ്പാരറ്റസ്, സ്പിൻഡിൽ ഫൈബേഴ്സ് അവരൊക്കെ കൂടിയിട്ട് ഡീഗ്രേഡ് ചെയ്തിട്ട് അത് വന്നിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മളെ മെറ്റാഫേസിക് പ്ലേറ്റ് ഉണ്ടായിരുന്ന ആ ഭാഗമല്ലേ, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ എന്തുണ്ടാവും? സെൽ പ്ലേറ്റ് ഉണ്ടാവും. ദാറ്റ് represent the middle lamella between the walls of two adjacent cell. നമ്മൾ പ്ലാന്റ് പഠിച്ചില്ലേ? പ്ലാന്റ് ഇത് പഠിച്ചില്ലേ? അതിൽ മിഡിൽ ലാമെല്ല പഠിച്ചില്ലേ? ഈ മിഡിൽ ലാമെല്ല എങ്ങനെ ഉണ്ടാവുന്നേ? സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൽ പ്ലേറ്റ് ഫോം ചെയ്യില്ലേ? ആ സെൽ പ്ലേറ്റ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? മിഡിൽ ലാമെല്ല ആയിട്ട് മാറുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ? സെൽ പ്ലേറ്റ് ആണ് എന്തായിട്ട് മാറുന്നത്? മിഡിൽ ലാമെല്ല ആയിട്ട് മാറുന്നത്. ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ at the time of cytoplasmic division, organelles like mitochondria, plastids gets distributed between the two daughter cells. ഒന്നുമില്ല, സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ്റെ ടൈമിൽ മൈറ്റോകോൺട്രിയ അതുപോലെ പ്ലാസ്റ്റിഡ്സ് ഒക്കെ ഇത് രണ്ട് ഡോട്ടർ സെൽസിനും ഒരുപോലെ കൊടുക്കും. മക്കൾക്കിടയിൽ ഭക്ഷ്യപാതം പാടില്ല എന്നാണല്ലേ? അപ്പോൾ രണ്ട് പേർക്കും ഒരുപോലെ കൊടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ. മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്സ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ two daughter cells. Okay. In some organism karyokinesis is not followed by cytokinesis. ചില സംഭവങ്ങളിൽ കാരിയോകൈനസിസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സൈറ്റോകൈനസിസ് നടക്കില്ല. അപ്പോൾ എന്തുണ്ടാവുക? സിമ്പിൾ. കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവും? രണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവും. അത് രണ്ട് സെല്ലായി മാറണമെങ്കിൽ സൈറ്റോകൈനസിസ് നടക്കണം. അത് നടന്നില്ലെങ്കിൽ എന്തുണ്ടാവുക? മോർ ദാൻ വൺ ന്യൂക്ലിയസ് ഉള്ള സെല്ലായിട്ടും മാറും. അങ്ങനെ വരും. അതായത് ഇൻഓർഗാനിസം karyokinesis is not followed by cytokinesis, as a result of which result what? Multinucleate condition. അതായത് മോർ ദാൻ വൺ ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻ വരും. എക്സാമ്പിൾ, ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്? സിൻസീഷ്യം. മോർ ദാൻ വൺ ന്യൂക്ലിയസ് ഇൻ എ സെൽ, അതിന് പറയുന്ന പേരാണ് എന്ത്? സിൻസീഷ്യം. എക്സാമ്പിൾ, ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ട്. ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഇളനീരിൻ്റെ വെള്ളമല്ലേ, അതാണ് ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ട്. അതെന്താണ്? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. അവിടെ കാരിയോകൈനസിസ് നടന്നിട്ട് പിന്നെ എന്താ? ന്യൂക്ലിയർ ഡിവിഷൻ നടന്നിട്ട് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ നടക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ മോർ ദാൻ വൺ ന്യൂക്ലിയൻ ഉണ്ടാവും. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഓക്കെ. ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ട് എന്താണ്? സിൻസീഷ്യത്തിന് എക്സാമ്പിളാണ്. സിൻസീഷ്യം എന്ന് വെച്ചാൽ എന്താ? മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഓഫ് സെൽ, അതിന് പറയുന്നതാണ് എന്ത്? സിൻസീഷ്യം. അപ്പോൾ മൈറ്റോട്ടിക് ഫേസ് അല്ലെങ്കിൽ എന്ത് കഴിഞ്ഞു? മൈറ്റോസിസ് കഴിഞ്ഞു. ഡൗട്ടൊന്നുമില്ലല്ലോ? മൈറ്റോസിസിൽ എന്ത് പറയാം? ഫസ്റ്റ് മൈറ്റോസിസിൽ മെയിനായിട്ട് രണ്ട് ഫേസ് വരുന്നത്. ഒന്ന് ന്യൂക്ലിയർ ഡിവിഷനും ഒന്ന് സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും. ന്യൂക്ലിയർ ഡിവിഷനിൽ എന്താ? 4 ഫേസ്. ഏതൊക്കെ? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. സൈറ്റോകൈനസിസ്. പ്രോഫേസിൽ എന്താ നടക്കുന്നത്? ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്തോളൂ നിങ്ങൾക്ക്. പ്രോഫേസിൽ എന്താ നടക്കുന്നത്? പ്രോഫേസിൽ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി പ്രോഫേസ് ആൻഡ് ലേറ്റ് പ്രോഫേസ്. ഏർലി പ്രോഫേസിലൊന്നുമില്ല, ക്രോമസോം മെറ്റീരിയൽ കണ്ടൻസ് ചെയ്തിട്ട് എന്താവും? ക്രോമസ് ആയിട്ട് മാറും. അതായത് ക്രോമാറ്റിൻ
മെറ്റീരിയൽ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോമായിട്ട് മാറും. അതുപോലെ എന്ത് ചെയ്യും, എനിമൽ കേസ് ആണെങ്കിൽ സെൻട്രോസോം ഡിവൈഡ് ചെയ്ത് എസ് ഫേസിൽ ഡിവൈഡ് ചെയ്ത് സെൻട്രോസോം എന്ത് ചെയ്യും, ഈ 2 പോൾസിലേക്ക് പോകും. അത്രേ ഉള്ളൂ. പിന്നെ ലൈറ്റ് പ്രോഫേസിൽ നമ്മളെ ന്യൂക്ലിയർ എൻവലപ്പ്, ഗോൾഗി അപ്പാരറ്റസ്, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോലസ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇനി അടുത്ത മെറ്റാഫേസിൽ എന്താ മെയിനായിട്ട് എപ്പോഴും ഓർക്കേണ്ടത്, മെറ്റാഫേസിക് പ്ലേറ്റ് ഇക്വേറ്ററിൽ എന്ത് ചെയ്യും, ഈ ക്രോമസോംസിനെ അലൈൻ ചെയ്യും മെറ്റാഫേസിൽ. ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ മെറ്റാഫേസിൽ അലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, മെറ്റാഫേസ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ ക്രോമസോം സ്റ്റഡിക്കൊക്കെ ഏറ്റവും യൂസ് ചെയ്യുന്ന ഇതാണ്. കാരണം ക്രോമസോം ക്ലിയർലി വിസിബിൾ ആണ് മെറ്റാഫേസിൽ. ഓക്കെ അല്ലേ. മെറ്റാഫേസ് കഴിഞ്ഞിട്ട് അടുത്ത ഫേസാണ് എന്ത്, മെറ്റാഫേസിൽ എന്താണ്, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോർ ഓഫ് ഈച്ച് ക്രോമസോമിൻ്റെ കൈനറ്റോകോറിൽ എന്ത് ചെയ്യും, 2 പോൾസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് എന്ത്, അനാഫേസിൽ എന്താ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഇവരെ ക്രോമസോംസിനെ വലിക്കും, 2 പോൾസിലേക്ക് വലിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, സെൻട്രോമിയർ സ്പ്ലിറ്റായിട്ട്, അതായത് ക്രോമസോമിൻ്റെ 2 ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആവും, സെൻട്രോമിയർ സ്പ്ലിറ്റായിട്ട്. അപ്പോൾ അനാഫേസിൽ എന്താ, ക്രോമസോം സെപ്പറേറ്റ് ആവും, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവും, രണ്ടും എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് പോളിലേക്ക് വരും. ഇനി അടുത്ത ഫേസ് എന്താണ്, ടീലോമറൈസിൽ എന്താ ഉണ്ടാവുക, ജസ്റ്റ് ന്യൂക്ലിയസ്, അതായത് ലേറ്റ് പ്രോഫേസിൽ പോയ സാധനങ്ങളൊക്കെ തിരിച്ചു വരും, ക്രോമസോമിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അതെന്ത് ചെയ്യും, വീണ്ടും ഡീകണ്ടൻസ് ചെയ്തിട്ട് കോയിൽഡായിട്ടുള്ള ക്രോമാറ്റിനായിട്ട് മാറും. ന്യൂക്ലിയർ എൻവലപ്പ്, ഗോൾഗി അപ്പാരറ്റസ്, ന്യൂക്ലിയോലസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലൊക്കെ എന്ത് ചെയ്യും, തിരിച്ചു വരും. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് സൈറ്റോകൈൻസിസ് എനിമൽ സെൽസിൽ 1 വേ ആണ്, പ്ലാന്റ് സെൽസിൽ അനദർ വേ ആണ്. എനിമൽ സെൽസിൽ എങ്ങനെ, സൈറ്റോപ്ലാസ്മിക് ഫറോ ഉണ്ടാവും, പെരിഫറി, പിന്നെ അത് സെൻറ്ററിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ട് 2 സെല്ലായി മാറും. പ്ലാന്റ്സിൻ്റെ കേസിൽ സെൽ വാൾ ഉള്ളതുകൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, സെൽ പ്ലേറ്റ് ഫോം ചെയ്യണം. സെൽ പ്ലേറ്റ് സെൻറ്ററിൽ ഫോം ചെയ്യും, അത് പെരിഫറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് അതെന്ത് ചെയ്യും, 2 സെല്ലായിട്ട് മാറും. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മൈറ്റോസിസ് എന്നൊരു ഭാഗം, അതായത് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ തീർത്തിരിക്കുകയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്, എന്തിനാണ് മൈറ്റോസിസ് നടത്തുന്നത്, അതാണ് മൈറ്റോസിസ് ഓർ ഇക്വേഷണൽ ഡിവിഷൻ. മൈറ്റോസിസ് എന്തിനാണ് നടത്തുന്നത്, റെസ്ട്രിക്റ്റഡ് ടു ഡിപ്ലോയിഡ് സെൽസിലാണ് നടക്കുക. എക്സെപ്ഷൻ കേസ് ഞാൻ പറഞ്ഞില്ലേ, മെയിൽ ഹണി ബി, അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. എക്സെപ്ഷൻ കേസസ് ഒക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സെപ്ഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് നീറ്റിനൊക്കെ എടുത്ത് ചോദിക്കാം, അങ്ങനത്തെ കേസുകൾ. പിന്നെ ഈ ചാപ്റ്ററിൽ സെൻറ്റൻസ് വൈസ് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ചെയ്ത് വായിക്കേണ്ടത് വേണം. ഓക്കെ. ഹവർ ഇൻ സം ലോവർ പ്ലാന്റ്സ് ആൻഡ് സം സോഷ്യൽ ഇൻസെക്ട് ഹാപ്ലോയിഡ് സെൽസ് ഓൾസോ ഡിവൈഡ് ബൈ മൈറ്റോസിസ്. സോഷ്യൽ ഇൻസെക്ട്സ് ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഹണിബി, മെയിൽ ഹണിബിയിലാണ് ഇതുപോലെ എന്ത് വരിക, ഹാപ്ലോയിഡ് സെൽസും ഡിവൈഡ് ചെയ്യാം. Is a very essential to understand the significance of division in the life of an organism. Are you aware of some examples of where you have studied about haploid and diploid insects? It's okay. Mitosis usually results in production of diploid daughter cells with the identical genetic complement. The growth of multicellular organism is due to mitosis. നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു വലുപ്പമാണോ ഇപ്പോൾ ഉള്ളത്? അല്ലല്ലോ, നമ്മൾ വലുതാവുന്നില്ലേ? അതൊക്കെ ഏത് വഴിയാണ്? മൈറ്റോസിസ് വഴി സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ വലുതാവുന്നത്. ഡെയിലി പ്ലാന്റ്സ് വലുതാവുന്നില്ലേ? പ്ലാന്റ്സ് വലുതാവുന്നുണ്ട്. നമുക്ക് ചുറ്റുള്ള എല്ലാ ഓർഗാനിസംസും ഗ്രോ ചെയ്യുന്നില്ലേ? ഈ ഗ്രോ ചെയ്യുന്നതൊക്കെ ഏത് വഴിയാണ്? മൈറ്റോസിസ് വഴിയാണ്. ഓക്കെ, ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് മൈറ്റോസിസ് വഴിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സെൽ ഗ്രോത്ത് റിസൾട്ട് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഷ്യോ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. അതായത് ഒരു പാരന്റ് സെല്ല് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ സെയിം ഐഡൻറ്റിക്കൽ കോപ്പി ആയിട്ടാണ് എന്ത് മൈറ്റോസിസിൽ എന്ത് വരിക, ഡോട്ടർ സെൽസ് വരിക. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ പാരന്റ് സെല്ല് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്ത് വരും, ഡോട്ടർ സെൽസിനും വരും. Therefore become essential for the cell to divide restore nucleocytoplasmic ratio അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മൈറ്റോസിസ് ഈസ് സെൽ റിപ്പയർ. സെല്ലിൻ്റെ റിപ്പയർ ആണ് വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഓഫ് മൈറ്റോസിസ്. സെൽ റിപ്പയർ നടക്കാൻ. സെൽ റിപ്പയർ എപ്പോഴാണ് നടക്കുക എന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ കയ്യിലൊരു മുറിവ് പറ്റി, മുറിവിൻ്റെ ഒരു പാട് വന്നില്ലേ, അപ്പോൾ ആ മുറിവ് ആണെങ്കിൽ അവിടെ വീണ്ടും സെല്ല് വന്നിട്ട് വരും. ആ സെല്ല് വരുന്ന മുറിവ്
റിക്കവർ ആവണമെങ്കിൽ എങ്ങനെയാണ്, അവിടെ മൈറ്റോസിസ് നടക്കും. പിന്നെ അതുപോലെ നമ്മളെ ഗട്ടിൽ ലൈനിങ് ഓഫ് ദ ഗട്ട്. അപ്പോൾ എവിടെയൊക്കെ, ഇൻ ദ സെൽ അപ്പർ ലെയർ ഓഫ് എപ്പിഡെർമിസ്, നമ്മൾ എപ്പിഡെർമിസിൻ്റെ അപ്പർ ലെയറിലൊക്കെയാണ് എപ്പോഴും മൈറ്റോസിസ് നടക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ അപ്പർ ലെയർ ഓഫ് എപ്പിഡെർമിസ്, അപ്പർ ലെയർ ഓഫ് എപ്പിഡെർമിസിൽ സെൽ ഓഫ് ലൈനിങ് ഓഫ് ഗട്ട്, നമ്മളെ ഗട്ട് എലിമെൻ്ററി കനാലിൻ്റെ അതുപോലെ ഗട്ട്സിലും അതുപോലെ ബ്ലഡ് വെസൽസ് ആർ യൂഷ്വലി കോൺസ്റ്റൻ്റ്ലി റീപ്ലേസ്ഡ്. എപ്പോഴും ഇതുപോലെ മൈറ്റോസിസ് നടന്ന് സെൽ റിപ്പയർ നടക്കുന്ന ഏരിയാസാണ് ഇതൊക്കെ. അപ്പർ ലെയർ ഓഫ് എപ്പിഡെർമിസ്, ലൈനിങ് ഓഫ് എലിമെൻ്ററി കനാൽ, ഗട്ട് ആൻഡ് ബ്ലഡ് സെൽസ്. ഓക്കെ. മൈറ്റോട്ടിക് ഡിവിഷൻ is a meristematic in the meristematic tissue. പ്ലാന്റ്സിൻ്റെ കേസിലാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, റാപ്പിഡ്ലി ഡിവൈഡിങ് ടിഷ്യൂ, അതായത് എപ്പിക്കൽ ക്യാമ്പിയം അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കൽ ആൻഡ് ലാറ്ററൽ സംഭവങ്ങളൊക്കെ. ഇതിലാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലാണ് പ്ലാന്റ്സിലും എപ്പോഴും മൈറ്റോട്ടിക് ഡിവിഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് നടന്നു വരുന്നത്. ഓക്കെ അല്ലേ? പ്ലാന്റ്സിലും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലാണ് ഇതായിട്ട് നടക്കുക. എവിടെയൊക്കെ, എപ്പിക്കൽ ആൻഡ് ലാറ്ററൽ ക്യാമ്പിയം. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാന്റ്സിൽ എപ്പോഴും ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്, എപ്പോഴും ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ. ഓക്കെ അല്ലേ? അപ്പോൾ മൈറ്റോസിസ് കഴിഞ്ഞു. മൈറ്റോസിസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇൻ്റർഫേസ് ഓക്കെയാണ്, എം ഫേസ് ഓക്കെയാണ്. എം ഫേസിൻ്റെ 2 ടൈപ്പ്, കാരിയോകൈനസിസും സൈറ്റോകൈനസിസും ഓക്കെയാണ്. ആദ്യം കാരിയോകൈനസിസാണ് നടക്കുക, പിന്നെ സൈറ്റോകൈനസിസ് നടക്കും. കാരിയോകൈനസിസ് 4 ഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഓക്കെ അല്ലേ? ഒക്കെ സൈറ്റോകൈനസിസ് നടന്നു. ഇനി അടുത്തത് മിയോസിസ്. മിയോസിസും മൈറ്റോസിസും തമ്മിൽ എന്താ വ്യത്യാസം? മിയോസിസിന് നമ്മൾ മൈറ്റോസിസിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ പറഞ്ഞത്, ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറഞ്ഞില്ലേ. പക്ഷേ മിയോസിസിന് വിളിക്കുന്ന പേരാണെന്ത്, റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് ഇക്വേഷൻ. ഞാൻ മുന്നേ ക്ലാസ് എടുത്തേക്കൊരു സ്റ്റുഡൻറ്റ് ഡൗട്ട് ചോദിച്ചിരുന്നു, എന്താ റിഡക്ഷൻ ഡിവിഷൻ, അതായത് മൈറ്റോസിസ് കഴിഞ്ഞ ഉടനെ നടക്കണോ എന്ന രീതിയിൽ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് രണ്ടും രണ്ടാണ്. അതായത് മിയോസിസ് നടക്കുന്നത് മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഗാമേറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടാണ്. മൈറ്റോസിസ് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സെൽ ഗ്രൗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും രണ്ടാണ്. ഈ മൈറ്റോസിസ് കഴിഞ്ഞ പാടെ മിയോസിസ് നടക്കണമെന്നില്ല. മിയോസിസ് വേറെയാണ്, മൈറ്റോസിസ് വേറെയാണ്. മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാൻ കാരണം എന്താ, മിയോസിസ് നമ്മളിപ്പോൾ ഹ്യൂമൻ ക്രോമസോം 46 അല്ലേ നമ്പർ, അത് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ ക്രോമസോം അവിടെ എത്രയായിരുന്നു, സെയിം 46 തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്രോമസോം നമ്പർ ഹാഫ് ആവും, അതായത് 23. പക്ഷേ അവിടെ മൊത്തം 2 ഡോട്ടർ ന്യൂക്ലിയല്ലേ ഉണ്ടാവുക, പക്ഷെ ഇവിടെ 4 ഡോട്ടർ ന്യൂക്ലിയ ഉണ്ടാവും. അപ്പോൾ മൈറ്റോസിസിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ഡോട്ടർ ന്യൂക്ലിയസിന് കിട്ടും. പക്ഷെ ഇവിടെ എത്രയാണ്, 4 ഡോട്ടർ ന്യൂക്ലിയന് കിട്ടും. അതാണ് മിയോസിസ് എവിടെ നടക്കുക, മെയിനായിട്ട് ഗാമേറ്റ് ഫോർമേഷനിൽ ഗാമേറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നടക്കുക. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി മിയോസിസിൻ്റെ ഫേസസ്, അതായത് ഇൻ്റർഫേസ് കോമണാണ്. ഇൻ്റർഫേസ് നമ്മൾ മൈറ്റോസിസ് പറഞ്ഞ പോലെ G1 ഫേസ്, S ഫേസ്, G2 ഫേസ് കോമണാണ്, അതായത് ഒരു മാറ്റം വരാം. എം ഫേസ് മിയോസിസിൻ്റെ ഫേസിൽ മാത്രമാണ് വ്യത്യാസം. മിയോസിസ് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. മിയോസിസ് 1നെയും 2നെയും പിന്നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പ്രോഫേസ് 1, മിയോസിസ് 1 കേട്ടോ, പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. മിയോസിസ് 2നെ നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. മിയോസിസ് തുടങ്ങല്ലേ. മിയോസിസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഹോമോലോഗസ് ക്രോമസോംസ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്താലാണ് നമുക്ക് മിയോസിസ് പറയാൻ പറ്റുള്ളൂ. ഹോമോലോഗസ് ക്രോമസോം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു പാരൻ്റ്, ഇത് ഫാദർ, ഇത് ഫാദർ, മദർ, ഫാദർ.
ഓക്കെ ഓക്കെ മിയോസിസിൻ്റെ കേസ് ഓക്കെ ഓക്കെ ഡിവൈഡ് ഇതാ വരുമ്പോൾ മെയിനായിട്ട് ഓക്കെ ഓക്കെ മിയോസിസിൻ്റെ കേസിൽ നമ്മളിതിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. എടാ മിച്ചോ എടാ ക്ലോസ് ആ മറ്റേ പീരി സ്റ്റോപ്പല്ലേ ഓക്കെ മിയോസിസിൻ്റെ കേസിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? ഗാമറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടാണ് മിയോസിസിൻ്റെ ഇത് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? മിയോസിസ് ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഗാമറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ. അതെന്ത് ഡിവിഷനാണ്? റിഡക്ഷൻ ഡിവിഷനാണ്. എന്താണ്? റിഡക്ഷൻ ഡിവിഷനാണ്. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുമ്പോൾ പാരൻറ്റ് 46 ക്രോമസോം ആണെങ്കിൽ അത് ഡോട്ടർ ന്യൂക്ലിയസ് വരുമ്പോൾ എത്ര 23 ആയിട്ട് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മിയോസിസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 ഫേസ് ഉണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 4 ഡിവൈഡ് ചെയ്യുന്നു. പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. ഓക്കെ, മിയോസിസ് 2 4 ഡിവൈഡ് ചെയ്യുന്നു. പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ മിയോസിസ് 1 ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഹോമലോഗസ് ക്രോമസോംസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഹോമലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമലോഗസ് ക്രോമസോം എന്ന് പറയുമ്പോൾ നമുക്ക് ഫാദറിൻ്റെയും മദറിൻ്റെയും ക്രോമസോംസ്, ഫാദറിൻ്റെ ഇത് ഗാമറ്റ്സ് 23 പെയർ ഓഫ് ക്രോമസോംസ് കിട്ടിയിട്ടുണ്ടാവും. മദറിൻ്റെയും 23 പെയർ ഓഫ് ക്രോമസോംസ് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ നിന്ന് സെയിം ആയിട്ടുള്ള, അതായത് ഒരേ ലോക്കസിൽ സെയിം ജീൻസ് വരുന്ന ക്രോമസോം, ഐഡൻറ്റിക്കൽ ക്രോമസോംസ് എന്ന് പറയും. അതിനെ പറയുന്ന പേരാണ് എന്ത്? ഹോമലോഗസ് ക്രോമസോംസ്. അതായത് ഇത് ഫാദറിൽ നിന്നുള്ള ക്രോമസോമും ഇത് മദറിൽ നിന്നുള്ള ക്രോമസോം. ഓക്കെ, ഐഡൻറ്റിക്കൽ ക്രോമസോം. ഇതിന് പറയുന്ന പേരാണെന്ത്? ഹോമലോഗസ് ക്രോമസോംസ്. ഓക്കെ, ഹോമലോഗസ് ക്രോമസോം. ഈ ക്രോമസോമിൻ്റെ ഒപ്പം ഇതിനെ പറയുന്ന, അതായത് 2 എണ്ണം ഒരുമിച്ച് ഇവരാണെന്ത്? ഇത് രണ്ടുമാണെന്ത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ക്രോമസോംസ്. ഒരു സിംഗിൾ ക്രോമസോംസിൻ്റെ 2 ഇതിന് പറയുന്നവരാണെന്ത്? ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നവരാണെന്ത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പോൾ ഇവർ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, ഇവരും എന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആരൊക്കെ? അപ്പോൾ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുമ്പോൾ ബാക്കി, അതായത് ഇവനും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, ഇവനും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അതായത് ഇവർ 2 സിസ്റ്റർ ആണെങ്കിൽ അല്ലാത്തവരൊക്കെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അതായത് ഇവരും ഇയാളും ഒക്കെ എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, മിയോസിസിൻ്റെ മറ്റൊരു പേരാണെന്ത്? റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസിന് 2 ഫേസ് ഉണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1 പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. മിയോസിസ് 2 പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. അപ്പോൾ ഹോമലോഗസ് ക്രോമസോം എന്താണെന്ന് കിട്ടി, അതെന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്താണെന്ന് കിട്ടി, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്താണെന്ന് കിട്ടി. ഓക്കെ,
homologous chromosome, sister chromatids, non-sister chromatids. Okay. ഓക്കെ, ഇനി ഇത് നമുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ച് നോക്കാം. ഓക്കെ, ലൈൻ ബൈ ലൈൻ വായിച്ച് നോക്കാം. ലൈൻ ബൈ ലൈൻ വായിച്ച് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, സിമ്പിളാണ്. മിയോസിസ് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, സിമ്പിളായിട്ട് വായിച്ചെടുക്കാവുന്നുള്ളൂ. ഓക്കെ, NCERT ഈച്ച് ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കണം. ഈച്ച് ആൻഡ് എവറി ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം NCERT ബയോളജി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കണം. ഓക്കെ, ലൈൻ ബൈ ലൈൻ വായിച്ച് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിംഗ് ബൈ എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ഫ്യൂഷൻ ഓഫ് ടു ഗാമീറ്റ്സ് ഈച്ച് കംപ്ലീറ്റ് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ്. ഗാമേറ്റ്സ് ആർ ഫോംഡ് ഫ്രം സ്പെഷ്യലൈസ്ഡ് ഡിപ്ലോയിഡ് സെൽ. അതായത് ഗാമേറ്റ്സ് ഒരു ഡിപ്ലോയിഡ് സെൽസിൽ നിന്നാണ് നമ്മൾ ഗാമേറ്റ്സ് ഉണ്ടാവുക. ഗാമേറ്റ്സ് ഫോർമേഷന് വേണ്ടിയിട്ടാണ് മിയോസിസ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. ദ സ്പെഷ്യലൈസ്ഡ് കൈൻഡ്സ് ഓഫ് സെൽസ് ഡിവിഷൻ ദാറ്റ് റെഡ്യൂസസ് ക്രോമസോം നമ്പർ ബൈ ഹാഫ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഡോട്ടർ സെൽ. ഒരു ഡിപ്ലോയിഡ് സെല്ലിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് അതെന്ത് ചെയ്യും, ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് ഉണ്ടാവും. ആ ഒരു ഇതിന് പറയുന്ന പേരാണെന്ത്, മിയോസിസ്. ദിസ് കൈൻഡ് ഓഫ് ഡിവിഷൻ ഈസ് കോൾഡ് മിയോസിസ്. ഡൗട്ടൊന്നുമില്ലല്ലോ. അതായത് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഉണ്ടാവും. ഇതിന് പറയുന്ന പേരാണെന്ത്, മിയോസിസ്. ഡൗട്ടൊന്നുമില്ലല്ലോ. മിയോസിസ് ensures the production of haploid phase of life cycle, sexually producing organism, whereas fertilization restores the diploid phase. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഫോം ചെയ്തിട്ട് അവർ വീണ്ടും ഡിപ്ലോയിഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യും, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ നമ്മൾ മെയിൽ ഗാമേറ്റ്, സ്പേം, ഫീമെയിൽ ഗാമേറ്റ്, ഓവം ഇത് തമ്മിൽ ഫ്യൂഷൻ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും, അതിൻ്റെ പ്ലോയിഡി അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ളത് പിന്നെ വീണ്ടും ഡിപ്ലോയിഡ് ആയിട്ട് ഇതായിരിക്കും. ഓക്കെ, നമുക്കൊരു 5 minutes ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിയോസിസ് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എടാ
മൈക്കാണോ? അപ്പോൾ നമുക്ക് മിയോസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മിയോസിസിൻ്റെ മറ്റൊരു പേരെന്തായിരുന്നു? മിയോസിസിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? റിഡക്ഷൻ ഡിവിഷൻ. ഓക്കെ, റിഡക്ഷൻ ഡിവിഷൻ. മൈറ്റോസിസിൻ്റെ പേരെന്തായിരുന്നു? ഇക്വേഷണൽ ഡിവിഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാൻ കാരണം? റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ക്രോമസോം 46 ക്രോമസോം അല്ലേ, ഇവിടെ ഡോട്ടർ സെൽസ്. മൈറ്റോസിസിൽ 2 ഡോട്ടർ സെൽസാണ് വരുമെങ്കിൽ ഇവിടെ 4 സെൽസ് ഉണ്ടാവും. ഓക്കെ, ഡോട്ടർ സെൽസിൻ്റെ ക്രോമസോം നമ്പർ പാരൻറ്റ് സെല്ലിനെക്കാട്ടിയും എന്താ ഹാഫാണ് വരിക. അപ്പോൾ 2n ഉണ്ടെങ്കിൽ അത് n ആയി മാറും. അതായത് 46 ഉള്ളത് 23 ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിന് റിഡക്ഷൻ ഡിവിഷൻ. ഇതെവിടെ നടക്കുക? മെയിനായിട്ട് ഗാമേറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടാണ് റിഡക്ഷൻ നടക്കുക. എവിടെ നടക്കൽ? മെയിനായിട്ട് ഗാമേറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുക. ഓക്കെ, ഗാമേറ്റ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുക. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മിയോസിസ്, അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ ഉണ്ടാവും, മിയോസിസും മൈറ്റോസിസും എന്താ വ്യത്യാസം? മിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമേറ്റ് ഫോർമേഷന് വേണ്ടി മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മൈറ്റോസിസ് അങ്ങനെയല്ല. മൈറ്റോസിസ് നമ്മളെ എല്ലാ സെല്ലിലും, അതായത് നമ്മളിപ്പോൾ ഗ്രോ ചെയ്യുന്നതും എല്ലാം മൈറ്റോസിസ് എപ്പോഴും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മിയോസിസ് അങ്ങനെയല്ല. മിയോസിസ് ഗാമേറ്റ് ഫോർമേഷന് വേണ്ടി മാത്രം ഉള്ളതാണ്. യൂഷ്വൽ ഓൾ അതർ സെൽ ഡിവിഷൻ എന്താണ്? മൈറ്റോസിസ് ആണ്. ഓക്കെ, നമ്മൾ വലുതാവുന്ന പ്ലാന്റ്സ് വളരുന്നതും എല്ലാം എന്താണ്? മൈറ്റോസിസ് ആണ്. ഓക്കെ, അപ്പോൾ മിയോസിസ് നമുക്ക് 2 ഫേസായി ഡിവൈഡ് ചെയ്യാം. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 2ആയി ഡിവൈഡ് ചെയ്യാം, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2. ഓക്കെ, മിയോസിസ് 1ൽ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1, 4 ഫേസ് ഉണ്ട്. പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. മിയോസിസ് 2 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി മിയോസിസ് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹോമലോഗസ് ക്രോമസോം. എന്താണ് ഹോമലോഗസ് ക്രോമസോം? സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഹോമലോഗസ് ക്രോമസോം അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പാരൻസ് വരുമ്പോൾ ഒരു ഫാദറിൻ്റെ ഒരു 23 ക്രോമസോംസും മദറിൻ്റെ ഒരു 23 ക്രോമസോംസും കൂടിയിട്ടാണ് നമുക്ക് എങ്ങനെ 46 ക്രോമസോംസ് കിട്ടുക. ഇതിൽ ഫാദറിൻ്റെ ക്രോമസോംസിലും മദറിൻ്റെ ക്രോമസോംസിലും രണ്ടിലും ഒരേപോലെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ക്രോമസോംസ് വരും. അതായത് ഒരു ജീൻ്റെ സെയിം ലോക്കസിൽ സെയിം ജീൻസ് വരുന്ന ക്രോമസോംസ്, അതായത് അവർ ഐഡൻറ്റിക്കലാണ്, ഒരുപോലെയുള്ള ക്രോമസോംസ്. അവരെ പറയുന്ന പേരാണെന്ത്? ഹോമലോഗസ് ക്രോമസോംസ്. ഈ ഹോമലോഗസ് ക്രോമസോംസ് അതായത് അവരിങ്ങനെ ഐഡൻറ്റിക്കലായിരിക്കും, അത് അവരെ പറയുന്ന പേരാണെന്ത്? ഹോമലോഗസ് ക്രോമസോം. ഓക്കെ, അപ്പോൾ ഫാദറിൽ നിന്നുള്ളത് ഒരു ക്രോമസോമും മദറിൽ നിന്നുള്ള ഒരു ക്രോമസോമും, ഇതിന് പറയുന്ന പേരാണെന്ത്? ഹോമലോഗസ് ക്രോമസോം. ഒരു പെയർ ഓഫ് ഹോമലോഗസ് ക്രോമസോമാണ്. ഇത് വേണമെങ്കിൽ അനദർ പെയർ ഓഫ് ഹോമലോഗസ് ക്രോമസോം. ഓക്കെ, ഇത് അനദർ പെയർ ഓഫ് ഹോമലോഗസ് ക്രോമസോം ശരിക്കും. ഇതുപോലെ എത്ര പേരുണ്ടാവും? 23 പെയർ ഓഫ് ഹോമലോഗസ് ക്രോമസോംസ് ഉണ്ടാവും. മെയിൽസിലാണെങ്കിൽ 23 പെയർ, ഫീമെയിൽസിലാണെങ്കിൽ 23 പെയർ ഉണ്ടാവും, മെയിൽസിലാണെങ്കിൽ 22 പെയർ ഉണ്ടാവും. ഓക്കെ, മെയിൽസിൽ 22 പെയർ ആവാൻ കാരണം എന്താ? ഒരു ക്രോമസോം എക്സും വൈയും ആണ്, അത് ഹോമലോഗസ് അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ക്രോമസോംസിന് പറയുന്ന പേരാണെന്ത്? ഇതിന് പറയുന്ന പേരാണെന്ത്? ഹോമലോഗസ് ക്രോമസോം. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ ഹോമലോഗസ് ക്രോമസോം ഇതിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത് എന്താ? അതായത് ഒരു ക്രോമസോമിൻ്റെ 2 ക്രോമാറ്റിഡ്സ്, ഇതിന് പറയുന്ന പേരാണെന്ത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടും എന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അതുപോലെ ഇവരും രണ്ടും എന്താണെന്ത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഓക്കെ, ഒരു ക്രോമസോമിൻ്റെ 2 ക്രോമാറ്റിഡ്സ് ഒരുമിച്ചുള്ള ആൾക്കാർ, അതായത് ഒരു അമ്മയുടെ 2 മക്കൾ എന്ന് പറയുന്ന പോലെ ഒരുമിച്ചുള്ള ആൾക്കാരാണെന്ത്? സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. അപ്പോൾ സിസ്റ്റർ അല്ലാത്തവരാരൊക്കെ? ഇവിടെ മൊത്തം 4 ആൾക്കാരില്ലേ? 4 ക്രോമാറ്റിഡ്സ് ഉണ്ട്. 1 2 3 4 4 ആളുണ്ട്. ഇതിൽ സിസ്റ്റർ അല്ലാത്തവരൊക്കെ എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഇതിലിപ്പോൾ ആരൊക്കെ നോൺ സിസ്റ്റർ? ഇയാളും നോൺ സിസ്റ്ററാണ്. അതുപോലെ ഇയാളും നോൺ സിസ്റ്ററാണ്. അവരൊക്കെ എന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അപ്പോൾ ഹോമലോഗസ് ക്രോമസോം എന്താണെന്നും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്താണെന്നും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്താണെന്നും മനസ്സിലായല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കട്ടോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ,
അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. Production of offspring by sexual reproduction includes the fusion of two gametes and each with complete haploid set of chromosome. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷൻ നടക്കുക, നമ്മൾ മനുഷ്യരുടെ കേസ്, ഹ്യൂമാൻസിൻ്റെ കേസിലാണെങ്കിൽ മെയിൽസിൽ നിന്നുള്ള സ്പേമും ഫീമെയിൽസിൽ നിന്നുള്ള ഓവവും തമ്മിലാണ് ഇവിടെ ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ മെയിൽസിൻ്റെ ക്രോമസോം നമ്പർ 23 ഉണ്ടാവും, ഫീമെയിൽസിൻ്റെ 23 ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഫ്യൂഷൻ ചെയ്യുമ്പോഴാണ് സൈഗോട്ടിൽ 46 ക്രോമസോം, അതായത് നമ്മളൊക്കെ 46 ക്രോമസോമാണ്. അപ്പോൾ ഈ സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സ് അതിലെവിടെ എന്ത് നടക്കുന്നുണ്ട്? മിയോസിസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓവ ഉണ്ടാവുന്ന പ്രോസസ്സ് അതിൽ എന്ത് നടക്കുന്നുണ്ട്? മിയോസിസ് നടക്കുന്നുണ്ട്. അതായത് ഒരു സെല്ലിൽ നിന്ന് 46 ക്രോമസോമുള്ള നമ്മുടെ സെല്ലിൽ നിന്ന് 23 ക്രോമസോം, അതായത് ഹാപ്ലോയിഡ് നമ്പറുള്ള ഗാമറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? മിയോസിസ് നടക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അത് റീഗെയിൻ ചെയ്യാൻ എങ്ങനെ? ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ 23 അല്ലെങ്കിൽ 46 അങ്ങനെ ആയിട്ട് മാറും. മനുഷ്യരുടെ കേസിൽ മാത്രമല്ല, ഓൾ എനിമൽസിൻ്റെ കേസിൽ ഇതുപോലെ ഗാമറ്റ്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്? ഇതുപോലെ എന്ത് നടക്കും? ഗാമറ്റ്സ് ഉണ്ടാകുമ്പോൾ ഹാപ്ലോയിഡ് ഗാമറ്റ്സ് ആവും. റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് അത് ഫെർട്ടിലൈസേഷൻ ടൈമിൽ എന്ത് ചെയ്യും? ഡിപ്ലോയിഡ് ആയിട്ട് മാറും. ഓക്കെ. Gametes are formed from specialized diploid cells. Okay, diploid cells എന്നാണ് gametes ഉണ്ടാവുക. This specialized kind of cell division that reduces the chromosome number by half result in the production of a haploid daughter cell. This kind of division is called meiosis. ഈ ക്രോമസോം നമ്പർ ഹാഫ് ആവുന്ന ഡോട്ടർ സെല്ല് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? മിയോസിസ്. മിയോസിസ് എൻഷുർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹാപ്ലോയിഡ് ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം. Whereas fertilization restores the diploid phase. അതായത് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിലെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫേസ് സൈക്കിൾ ഉണ്ടാക്കുന്നത് ഇതുവഴിയാണ്, മിയോസിസ് വഴിയാണ്. ഫെർട്ടിലൈസേഷൻ വഴി അത് വീണ്ടും ഡിപ്ലോയിഡ് ആയിട്ട് റീസ്റ്റോർ ചെയ്യും. ഓക്കെ. We come across the meiosis during gametogenesis in plants and animals. This leads to the formation of haploid gametes. The key features of meiosis. മിയോസിസിൻ്റെ മെയിൻ ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ്: ഒന്ന്, മിയോസിസ് 2 സൈക്കിളായിട്ട് നടക്കും. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. പക്ഷേ നമ്മൾ ഇൻ്റർഫേസ് ഫസ്റ്റിൽ മാത്രമേ നടക്കൂ. അതായത് ഇൻ്റർഫേസ് അല്ലേ, G1 ഫേസ്, S ഫേസ്, G2 ഫേസ്, അതായത് പ്രിപ്പറേറ്ററി ഫേസ്, റെസ്റ്റിംഗ് ഫേസ് എന്നൊക്കെ പറയല്ലേ, അതൊരിക്കലേ നടക്കൂ. മിയോസിസ് 1, 2 ഉണ്ടെന്ന് വിചാരിച്ചിട്ട് 2 പ്രാവശ്യം നടക്കില്ല. ഓക്കെ. മിയോസിസ് ഇൻ്റർഫേസ് നടന്നു, മിയോസിസ് 1 നടന്നു, പിന്നെ മിയോസിസ് 2 നടക്കും. ഈ 1ൻ്റെയും 2ൻ്റെ ഇടയിൽ പിന്നെ വേറെ ഇൻ്റർഫേസ് വരുന്നില്ല. ഓക്കെ അല്ലേ? ഓൺലി എ സിംഗിൾ സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ ഒരിക്കലേ നടക്കുള്ളൂ. മിയോസിസ് 1, 2 സെപ്പറേറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് 2 പ്രാവശ്യം DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ആരും വിചാരിക്കരുത്. ഒറ്റ പ്രാവശ്യം DNA റെപ്ലിക്കേഷൻ നടക്കുള്ളൂ. ഓക്കെ. Meiosis 1 is initiated after the parental chromosome have replicated to produce identical sister chromatids at the S phase. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S ഫേസിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഇതായി, കണ്ടൻറ്റ് 2C ഉള്ളത് 4C ആയി, അങ്ങനെ മാറി. മിയോസിസ് ഇൻവോൾവ്സ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആൻഡ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോമോലോഗസ് ക്രോമസോംസ് എന്താണെന്നും സിസ്റ്റർ ക്രോമാറ്റിഡ്സും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സും ഒക്കെ എന്താണെന്ന് പറഞ്ഞത്. അതായത് മിയോസിസിൻ്റെ ടൈമിൽ ഹോമോലോഗസ് ക്രോമസോംസ് ഒക്കെ വന്നിട്ട് പെയർ ചെയ്യും. അത് എവിടെയെന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. ഹോമോലോഗസ് ക്രോമസോംസ് വന്ന് പെയർ ചെയ്യും. ഇവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ജെനറ്റിക് മെറ്റീരിയൽ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. അത് ആര് തമ്മിലാണ് നടക്കുക? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് എന്ത് ചെയ്യുക? റീകോമ്പിനേഷൻ നടക്കുക. അതായത് ഇയാളും അല്ലെങ്കിൽ ഇയാളും അങ്ങനെ ആയിട്ട് നടക്കാം. ആരൊക്കെ തമ്മിൽ നടക്കാം? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് വേണമെങ്കിൽ ഇയാളും ഈ ഒരു ക്രോമസോമും അല്ലെങ്കിൽ ഈ ഒരു ക്രോമസോം തമ്മിൽ നടക്കാം. നോൺ സിസ്റ്റർ ആയിട്ടുള്ള ക്രോമാറ്റിഡ്സ് തമ്മിലാണ് എന്ത്? ഹോമോലോഗസ് ക്രോമസോമിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് എന്തെടുക്കുക? ക്രോസിംഗ് ഓവർ നടക്കാം. അത് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അങ്ങനെ അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് നമുക്ക് 4 ഹാപ്ലോയിഡ് സെൽസ് കിട്ടും. 4 ഹാപ്ലോയിഡ് സെൽസ്. മൈറ്റോസിസിൻ്റെ കേസിൽ നമുക്കറിയാലോ, ഓൺലി 2 സെൽസ്, 2 സെൽസാണ് കിട്ടും. പക്ഷേ മിയോസിസിൻ്റെ കേസിൽ അങ്ങനെയല്ല, 4 സെൽസ് കിട്ടും. 4 ഹാപ്ലോയിഡ് സെൽസാണ് ഫോം ചെയ്യുക. അപ്പോൾ ഈ മിയോട്ടിക് ഡിവിഷൻ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. മിയോസിസ് 1, prophase 1, metaphase 1, anaphase 1 and telophase 1. Prophase 1. Okay. Meiosis 1 in the prophase 1.
മിയോസിൻ്റെ വണ്ണിൻ്റെ പ്രോഫേസ് 1 നമ്മൾ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 5 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മിയോസിസ് 1 ഓക്കെ, അതിൻ്റെ പ്രോഫേസ് 1 നമ്മൾ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഫസ്റ്റ് ഫേസ് ഏതാണ്? ലെപ്റ്റോട്ടീൻ. സെക്കൻഡ് ഫേസ് ആണ് എന്ത്? സൈഗോട്ടീൻ. തേർഡ് ഫേസ് ആണ് എന്ത്? പാക്കിറ്റീൻ. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ. ഫോർത്ത് ഫേസ് ആണ് എന്ത്? ഡിപ്ലോട്ടീൻ. ഫിഫ്ത്ത് ഫേസ് ഡയാകൈനസിസ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, സിമ്പിളാണ്. അതായത് പ്രോഫേസ് 1 നമ്മൾ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. പ്രോഫേസ് 1 ആട്ടോ, അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മിയോസിസ് വണ്ണിൻ്റെ പ്രോഫേസ് 1 മാത്രം എത്ര ഫേസ് ഉണ്ട്? 5 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊക്കെ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഓക്കെ അല്ലേ? സിമ്പിൾ. അത് ജസ്റ്റ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് എന്താണെന്ന് ജസ്റ്റ് ഒന്നുമില്ല. അതായത് ഒരു സെല്ല് എന്ത് ചെയ്യും? നോർമൽ സെല്ല് അങ്ങനെ ഒരു ന്യൂക്ലിയസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ന്യൂക്ലിയസ് അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോം മെറ്റീരിയൽ കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം. നേരത്തെ പറഞ്ഞ പോലെ കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം എന്ത് നടക്കും? ലെപ്റ്റോട്ടീനിൽ നടക്കും. കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം, അതായത് ഒരു ഫേസിൽ ഇങ്ങനെ വന്ന് ഇതിലെന്ത് ചെയ്യും? ക്രോമസോം, അതായത് ഇതിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇത് എന്ത് ചെയ്യും? ക്രോമസോം കണ്ടൻസ് ചെയ്യും. ഓക്കെ, കണ്ടൻസ് ചെയ്താലും കറക്റ്റ് ഓർഡർലി മാനർ ഒന്നുമില്ല, ഇങ്ങനെ റാൻഡായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ക്രോമസോം കണ്ടൻസ് ചെയ്യും. ആ ഒരു ഇതാണ് എന്ത് നടക്കുക? എവിടെ നടക്കുക? ലെപ്റ്റോട്ടീനിൽ നടക്കുക. ഓക്കെ, ലെപ്റ്റോട്ടീൻ ഇതെന്താ? നോർമൽ സെല്ല്. ഓക്കെ, അല്ലെങ്കിൽ പാരന്റ് സെല്ല്. ഓക്കെ, നോർമൽ സെല്ല് അല്ലെങ്കിൽ പാരന്റ് സെല്ല്. ഓക്കെ, ഫസ്റ്റ് എന്ത്? ലെപ്റ്റോട്ടീനിൽ എന്ത് ചെയ്യും? ക്രോമസോം എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യും. ഇനി അടുത്തത് ലെപ്റ്റോട്ടീൻ കഴിഞ്ഞാൽ സൈഗോട്ടീനിൽ എന്താ നടക്കുന്നത്? സൈഗോട്ടിൽ നിന്നാണ് എന്ത് നടക്കുന്നത്? ഹോമലോഗസ് ക്രോമസോം പെയർ ചെയ്യും. അതായത് ഹോമലോഗസ് ക്രോമസോം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ക്രോമസോംസ് എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. അതാണ് എവിടെ നടക്കുക? സൈഗോട്ടിൽ നടക്കുക. സൈഗോട്ടിൽ എന്താ നടക്കുക? ഹോമലോഗസ് ക്രോമസോം സ്റ്റാർട്ട്സ് പെയറിങ്. ഹോമലോഗസ് ക്രോമസോം എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇപ്പോൾ ഹോമലോഗസ് ക്രോമസോം ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? പെയർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ കേസിൽ ഹോമലോഗസ് ക്രോമസോം ആയിട്ടുള്ളവർ എന്ത് ചെയ്യും? പെയർ ചെയ്തിട്ട് എന്തുണ്ടാവും? ഇങ്ങനെ പെയർ ചെയ്യാൻ തുടങ്ങും. അത് ഇവർ രണ്ടും ഒരു ഹോമലോഗസ് ക്രോമസോമാണ്, ഇവർ രണ്ടും വേറെ ഹോമലോഗസ് ക്രോമസോമാണ്. ഇവരെന്ത് ചെയ്യും? പെയർ ചെയ്യാൻ ചെയ്യും. ഈ പെയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? സിനാപ്സിസ്. ഈ പെയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? സിനാപ്സിസ്. ആ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കും, അതിൻ്റെ പേരാണ് എന്ത്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. അതായത് സൈഗോട്ടീനിൽ ആ പെയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? സിനാപ്സിസ്. അതൊരു കോംപ്ലക്സ് ഉണ്ടാക്കും, അതിൻ്റെ പേരാണ് എന്ത്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഈ പെയറിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന കോംപ്ലക്സ് ആണ് എന്ത്? സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഓക്കെ, സിനാപ്സിസ് ഒക്കെ അപ്പോൾ എവിടെയാണ്? സൈഗോട്ടീൻ. അപ്പോൾ ഈ പെയർഡ് ക്രോമസോം ഇതിന് പറയുന്ന പേരാണ് എന്ത്? ടെട്രാഡ് അല്ലെങ്കിൽ ബൈവാലൻറ്റ്. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ബൈവാലൻറ്റ്. അതായത് രണ്ട് ക്രോമസോംസ് ടെട്രാഡ് എന്ന് പറയാൻ കാരണം എന്താ? 4 ക്രോമാറ്റിഡ് ഉണ്ട്. അതായത് ഒരു ഹോമലോഗസ് ക്രോമസോമിൽ എത്ര? 4 ക്രോമാറ്റിഡ് ഉണ്ട്. നോക്കിയേ 1 2 3 4 ക്രോമാറ്റിഡ് ഉണ്ട്.
2 ക്രോമസോം, ഒരു ക്രോമസോം ഇതും ഒരു ക്രോമസോം ഇതും. അപ്പോൾ അങ്ങനെ 4 ക്രോമസോം, അതുകൊണ്ട് അതിനെ 4 ക്രോമാറ്റിഡ്, അതുകൊണ്ട് അതിനെ ടെട്രാഡ് എന്ന് വിളിക്കും. 2 ക്രോമസോം, അതുകൊണ്ട് ബൈവാലൻ്റ് ഓർ ടെട്രാഡ്, അത് ആ ഒരു സ്റ്റേജിൽ പറയുന്ന പേരാണ്. അപ്പോൾ ഈ സ്റ്റേജ് ഏതാണെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റേജ് ഏതാണ്? ലെപ്റ്റോട്ടീൻ കഴിഞ്ഞു, സൈഗോട്ടീൻ. ഓക്കെ, ലെപ്റ്റോട്ടീൻ കഴിഞ്ഞു, സൈഗോട്ടീൻ. ഇനി അടുത്ത ഫേസ് അത് കുറച്ചും കൂടെ ലോങ് ഡ്യൂറേഷൻ ഫേസാണ്. ലെപ്റ്റോട്ടീനും സൈഗോട്ടീനും ഷോർട്ട് ഡ്യൂറേഷനാണ്, പെട്ടെന്ന് കഴിയും. അടുത്ത സ്റ്റേജാണ് എന്ത്? പാക്കിറ്റീൻ. പാക്കിറ്റീനിൽ എന്താണെന്ന് വെച്ചാൽ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. അതായത് ക്രോസിംഗ് ഓവർ നടക്കും. ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ എന്താ? നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് അല്ല, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ സൈറ്റിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവരെ ജെനറ്റിക് റീകോമ്പിനേഷൻ, അതായത് ജെനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിംഗ് ഓവർ നടക്കും. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്, പാക്കിറ്റീനിൽ വരുന്നത്. പാക്കിറ്റീനിൽ എന്താ വരുന്നത്? ക്രോസിംഗ് ഓവർ ഒക്യൂസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് മിയോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയണം? പാക്കിറ്റീൻ. പാക്കിറ്റീനിലാണ് എന്ത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ? മിയോസിസിൻ്റെ ഏത് സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്? പാക്കിറ്റീൻ. പാക്കിറ്റീനിൽ നമ്മളെ ക്രോമസോംസിൻ്റെ എന്ത് നടക്കും? ക്രോസിംഗ് ഓവർ നടക്കും. ഇവർ തമ്മിൽ, നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ എന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ നടക്കും. ഓക്കെ, ഈ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് തമ്മിൽ ക്രോസിംഗ് ഓവർ നടന്നിട്ട് ജെനറ്റിക് മെറ്റീരിയൽ റീകോമ്പിനേഷൻ നടക്കുന്നതാണ് എന്ത്? അവിടെ പാക്കറ്റിൽ. ഇപ്പോൾ പാക്കറ്റിലാണ് എന്തെടുക്കുക? ക്രോസിംഗ് ഓവർ. അത് റീകോമ്പിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഒരു ഇതിന് പറയുന്ന പേരാണ് എന്ത്? റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യും. എന്താ ഫോം ചെയ്യുക? റീകോമ്പിനേഷൻ നൊഡ്യൂൾ എവിടെ ഫോം ചെയ്യും? പാക്കറ്റിൽ ഫോം ചെയ്യും. റീകോമ്പിനേഷൻ നൊഡ്യൂൾ. ഓക്കെ, റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യും. ഓക്കെ, ഈ റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യും. ഈ റീകോമ്പിനേഷൻ നടക്കുന്നത് ഒരു എൻസൈമിൻ്റെ പ്രസൻസിലാണ്. ആ എൻസൈമിൻ്റെ പേരാണ് എന്ത്? റീകോമ്പിനേസ്. എൻസൈമിൻ്റെ പേരെന്താണെന്ന്? റീകോമ്പിനേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രസൻസിലാണ് എന്ത്? ഈ റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്ത് റീകോമ്പിനേഷൻ നടക്കുക. ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ക്രോസിംഗ് ഓവർ ടേക്സ് പ്ലേസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ മിയോസിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് പറയും? ഇറ്റ്സ് മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1ൻ്റെ പാക്കറ്റിൻ സ്റ്റേജിലാണ് എന്ത് നടക്കുക? ക്രോസിംഗ് ഓവർ നടക്കുക. ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ എന്ത്? ലെപ്റ്റോട്ടിൻ കഴിഞ്ഞു, സൈഗോട്ടിൻ കഴിഞ്ഞു, പാക്കറ്റിനും കഴിഞ്ഞു. ഓക്കെ, ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ നടന്നില്ലേ? ഇനി അടുത്ത സ്റ്റേജാണ് എന്ത്? ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ എന്താ നടക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ ഈ ക്രോസിംഗ് ഓവർ നടന്നില്ലേ? ഈ ക്രോസിംഗ് ഓവർ നടന്ന് ഈ സിനാപ്റ്റോമിമൽ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഈ സിനാപ്റ്റോമിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മൾ സൈഗോട്ടിലൊരു കോംപ്ലക്സ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഈ സിനാപ്റ്റോമിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ ചെയ്യാൻ തുടങ്ങും. അതായത് ക്രോസിംഗ് ഓവർ നടന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യും? ഈ സെൽസ് ഇങ്ങനെ, അതായത് ഇപ്പോൾ 2 ക്രോമസോം തമ്മിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുക. ഇത് ഇങ്ങനെ വിട്ട് ഇങ്ങനെ വന്ന് എക്സെപ്റ്റ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ക്രോസിംഗ് ഓവർ നടന്ന ആ ഒരു സ്റ്റേജ് ഒഴികെ ബാക്കി പ്ലേസ് ഒഴികെ ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യും? ഇത് ഡിറ്റാച്ച് ചെയ്യും. ആ ഒരു ഇതിന് പറയുന്ന പേരാണ് എന്ത്? കയാസ്മേറ്റ. അതായത് ക്രോസിംഗ് ഓവർ നടന്നിട്ട് ആ ക്രോസിംഗ് ഓവർ നടന്ന ഒരു പോർഷൻ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തുനിന്നും എന്ത് ചെയ്യും? ഹോമോലോഗസ് ക്രോമസോം ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമിമൽ കോംപ്ലക്സിൻ്റെ ഡിസൊല്യൂഷൻ നടക്കും. അങ്ങനെ എന്ത് ചെയ്യും? ക്രോസിംഗ് ഓവർ നടന്ന ആ ഒരു ഏരിയ അല്ലാതെ ബാക്കിയുള്ളിടത്തൊക്കെ എന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ നടക്കും, അതിനെ ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ മാത്രം ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഓഫ് ഇത് വരും. എന്ത്? സ്ട്രക്ചർ ഓഫ് ഹോമോലോഗസ്. അതിന് പറയുന്ന പേരാണ് എന്ത്? കയാസ്മേറ്റ എന്ന് പറയുന്നത് എന്താ? ക്രോസിംഗ് ഓവർ ചെയ്ത് ആ ഒരു പോർഷനിൽ മാത്രം എന്ത് ചെയ്യും? ഒഴികെ ബാക്കി എല്ലായിടത്തും ഫോം ചെയ്യും. അത് എന്ത്? ഡിസൊല്യൂഷൻ നടക്കും. ആ ഒരു സ്റ്റേജിനെ പറഞ്ഞ പേരാണ് എന്ത്? കയാസ്മേറ്റ. ഇത് എവിടെ നടക്കുക? കയാസ്മേറ്റ ഫോർമേഷൻ എന്തിലാണ് നടക്കുക? എവിടെ? ഡിപ്ലോട്ടിൻ ഫേസ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1. ഡൗട്ടൊന്നുമില്ലല്ലോ? ഡിപ്ലോട്ടിൻ ഫേസ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1. അപ്പോൾ ഡിപ്ലോട്ടിൻ കഴിഞ്ഞു. അപ്പോൾ ഡിപ്ലോട്ടിനിൽ മെയിനായിട്ട് പറയാനുള്ളത് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമിമൽ കോംപ്ലക്സും ഫോർമേഷൻ ഓഫ്
കയാസ്മേറ്റയും. ഇനി അടുത്തത് ലാസ്റ്റ് ഫേസ് ഓഫ് പ്രോഫേസ്, ദാറ്റ് ഈസ് ഡയാകൈനസിസ്. ഡയാകൈനസിസിൽ എന്താ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിപ്ലോട്ടിൻ ഫേമിൽ കയാസ്മേറ്റ് ഉണ്ടായില്ലേ, ഈ കയാസ്മേറ്റ് എന്ത് ചെയ്യും, ടെർമിനേഷൻ ചെയ്യും. കയാസ്മേറ്റ് എന്ത് ചെയ്യും, ഡിറ്റാച്ച് ചെയ്യും. അതായത് ആ ഒരു റീകോമ്പിനേഷൻ നടന്ന ആ ഒരു പോർഷനും കൂടെ ഡിറ്റാഷൻ ചെയ്യും. അതിന് പറയണതാണ് എന്ത്, ടെർമിനേഷൻ ഓഫ് കയാസ്മേറ്റ. എന്താ പറയുക, ടെർമിനേഷൻ ഓഫ് കയാസ്മേറ്റ. ഡൗട്ടൊന്നുമില്ലല്ലോ, ടെർമിനേഷൻ ഓഫ് കയാസ്മേറ്റ നടക്കുന്ന അപ്പോൾ ഏത് സ്റ്റേജിലാണ്, ഡയാകൈനസിസ് സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും നമ്മൾ മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1ൻ്റെ 5th സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 5 സ്റ്റേജ് ഉണ്ട്. ലെപ്റ്റോട്ടിൻ ഉണ്ട്, സൈഗോട്ടിൻ ഉണ്ട്, പാക്കിറ്റിൻ ഉണ്ട്, ഡിപ്ലോട്ടിൻ ഉണ്ട്, ഡയാകൈനസിസ് ഉണ്ട്. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ ലെപ്റ്റോട്ടിനിൽ എന്താ നടക്കുന്നത്, ലെപ്റ്റോട്ടിനിൽ ക്രോമസോം എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്യും. സൈഗോട്ടിൽ എന്താ നടക്കുക, ഹോമോലോഗസ് പെയറിങ്, സിനാപ്സും സിനാപ്റ്റോമിമൽ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കും. പാക്കിറ്റീനിലാണ് എന്ത് നടക്കുക, ക്രോസിങ് ഓവർ നടക്കുക. ഓക്കെ അല്ലേ, പാക്കിറ്റീൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണേ. അപ്പോൾ പാക്കിറ്റീനിൽ ക്രോസിങ് ഓവർ നടക്കും. പാക്കിറ്റിൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡിപ്ലോട്ടിനിൽ എന്ത് ചെയ്യും, ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമിമൽ കോംപ്ലക്സ് നടക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഫോർമേഷൻ ഓഫ് കയാസ്മേറ്റ, എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് ക്രോസിങ് ഓവർ. അതിനെന്താ പറയുക, കയാസ്മേറ്റ ഫോം ചെയ്യും. ഓക്കെ അല്ലേ, അപ്പോൾ കയാസ്മേറ്റ ഏത് സ്റ്റേജിലാണ് ഫോം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡിപ്ലോട്ടിൻ ഓഫ് പ്രോഫേസ് 1 പറയണം. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫേസ് ആണ് എന്ത്, ലാസ്റ്റ് ഫേസ് ഓഫ് പ്രോഫേസ് 1 ആണ് എന്ത്, ഡയാകൈനസിസ്. ഓക്കെ, ഡയാകൈനസിസ്. ഈ ഡയാകൈനസിസിൽ എന്താ നടക്കുക, ഡയാകൈനസിസിൽ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റും ഡിറ്റാച്ച് ചെയ്യും. വേറെ എന്തൊക്കെ നടക്കും, നമ്മൾ പ്രോഫേസിൻ്റെ ലാസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ പറയും, ന്യൂക്ലിയർ എൻവലപ്പ്, ഗോൾഗി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോലസ്, ഇവരൊക്കെ എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും, പ്രോഫേസ് 1ൻ്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ. ഇത് പ്രോഫേസ് 1ൻ്റെ ലാസ്റ്റ് ആണല്ലോ, ലേറ്റ് പ്രോഫേസ് ആണല്ലോ. മൈറ്റോസിസ് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ വരും, ഡയാകൈനസിസിൽ എന്തൊക്കെ വരും, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റയും അതുപോലെ എന്താ നമ്മളെ പ്രോഫേസ് 1ൻ്റെ ലാസ്റ്റ് പോലെ ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയോലസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ഇവരൊക്കെ എന്ത് ചെയ്യും, ഡിസൊല്യൂഷൻ ചെയ്യാൻ തുടങ്ങും. ഇവരൊക്കെ എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മിയോസിസ് 1 നമുക്കൊന്ന് വായിക്കാം, ലൈൻ ബൈ ലൈൻ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. NCERT ഈച്ച് ആൻഡ് എവറി ലൈൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ NCERT നിങ്ങൾ അങ്ങനെ വായിക്കണം. ഓക്കെ, അപ്പോൾ Prophase of first meiotic division is typically longer and more complex when compared to prophase of mitosis. അത് നിങ്ങൾക്ക് കണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മൈറ്റോസിൻ്റെ പ്രോഫേസ് എന്ത് സിമ്പിളാണ്, മിയോസിസിൻ്റെ അങ്ങനെയല്ല, 5 ഫേസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഫർദർ സബ്ഡിവൈഡഡ് ഇൻ ടു ഫോളോയിങ് 5 ഫേസസ്. നമ്മളറിയാലോ, ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ, ഡയാഗനസിസ്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉള്ളൂ, ജസ്റ്റ് നമുക്ക് വായിച്ച് സിമ്പിളായിട്ട് പോവാം. ഫസ്റ്റ് ലെപ്റ്റോട്ടിൻ സ്റ്റേജിൽ എന്താ ഉണ്ടാവുക, ക്രോമസോം ബിക്കം ഗ്രാജുവലി വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഇവിടെയാണ് എന്ത് ചെയ്യുക, ക്രോമസോം എന്ത് ചെയ്യുക, കണ്ടൻസ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് മൈക്രോസ്കോപ്പിൽ വിസിബിൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എന്താ, കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്രോമസോമായിട്ട് മാറും. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ലെപ്റ്റോട്ടിൻ കഴിഞ്ഞാൽ ഫോളോഡ് ബൈ സൈഗോട്ടിൻ. ലെപ്റ്റോട്ടിൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ആണ് സൈഗോട്ടിനിലാണ് എന്ത് ചെയ്യുക, ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യുക, പെയറിങ് ചെയ്യുക. അസോസിയേഷൻ കോൾഡ്. അപ്പോൾ ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ക്രോമസോം സ്റ്റാർട്ട്സ് പെയറിങ്. എന്ത് ചെയ്യുക, ക്രോമസോം സ്റ്റാർട്ട്സ് പെയറിങ്. ക്രോമസോംസ് എന്ത് ചെയ്യും, പെയറിങ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഇതിന് പറയുന്ന പേരാണ് എന്ത്, സിനാപ്സിസ് നടക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ, നേരത്തെ പറഞ്ഞ പോലെ. സച്ച് പെയർഡ് ക്രോമസോംസ് ആർ കോൾഡ് ഹോമോലോഗസ് ക്രോമസോം. അങ്ങനെ പെയർഡായ ക്രോമസോമിന് പറയുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. എന്താണെന്നൊക്കെ ഇപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്, എല്ലാവർക്കും മനസ്സിലായതും അല്ലേ, ഈസി അല്ലേ. അപ്പോൾ ആ ഒരു സച്ച് പെയർഡ് ക്രോമസോമിന് പറയുന്ന പേരാണെന്ത്, ഹോമോലോഗസ് ക്രോമസോം. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ്സ് ഓഫ് സ്റ്റേജ് ഇൻഡിക്കേറ്റ് ക്രോമസോം സിനാപ്സിസ് ഈസ് അക്കംപനിഡ് ബൈ എ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് സ്ട്രക്ചർ കോൾഡ് സിനാപ്റ്റോമിമൽ കോംപ്ലക്സ്. ഈ സിനാപ്സിസ് ഫോം ചെയ്യുന്നത് എന്ത് വഴിയാണ്, ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ വഴി. അതിന് പറയുന്ന പേരാണ് എന്ത്, സിനാപ്റ്റോമിമൽ കോംപ്ലക്സ്. ഈ സിനാപ്റ്റോമിമൽ കോംപ്ലക്സ് എപ്പോഴാണ് ഡിസൊല്യൂഷൻ ചെയ്യുന്ന ഓർത്തെടുക്കാൻ പറ്റുമോ, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴാ,
ഡിപ്ലോട്ടിൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. ഇപ്പോൾ സിനാപ്റ്റോന്യൂമൽ കോംപ്ലക്സ് ഉണ്ടാവുന്നത് സൈഗോട്ടിനിലും അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന എപ്പോഴാണ് ഡിപ്ലോട്ടിനിലുമാണ്. മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹോമോലോഗസ് ക്രോമസോം ഉണ്ടായി. അതിന് പറയുന്ന പേരാണ് എന്ത്? ബൈവാലൻറ്റ്. 2 ക്രോമസോമിൽ അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് എന്ത്? ബൈവാലൻറ്റ്. അതിന് വേറൊരു പേര് കൂടി പറയും ടെട്രാഡ്. കാരണം എന്താ? ഇതിൽ 4 ക്രൊമാറ്റിഡ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെന്ത് പറയും? ടെട്രാഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലെപ്റ്റോട്ടിൻ കഴിഞ്ഞു, സൈഗോട്ടിൻ കഴിഞ്ഞു. However, these are more clearly visible at the next stage. First two stages of prophase 1 are relatively short-lived. വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. ലെപ്റ്റോട്ടിൻ സൈഗോട്ടിൻ പെട്ടെന്ന് കഴിയും. പക്ഷേ പാക്കറ്റിൻ അങ്ങനെയല്ല, കുറച്ച് ലോങ് ഡ്യൂറേഷൻ എടുക്കുന്ന ഒരു സ്റ്റേജാണ്. കാരണം എന്താ? ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ക്രോസിങ് ഓവർ നടക്കുന്നത്. ക്രോസിങ് ഓവർ നടക്കുന്ന ഏത് സ്റ്റേജിലാണ്? പാക്കറ്റിൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഓഫ് മിയോസിസ് 1. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ഡ്യൂറിങ് ദിസ് സ്റ്റേജ്, പാക്കറ്റിൻ സ്റ്റേജിൽ എന്താ? 4 chromatids of each bivalent chromosome become distinct and clearly appeared as tetrad. ഒന്നും കൂടെ ക്രൊമാറ്റിഡ്സ് ഒക്കെ ഒന്ന് ഉഷാറായി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഫേസ് ഏതാ? പാക്കറ്റിൻ സ്റ്റേജിലാണ്. ദിസ് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഫോം ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ്? പാക്കറ്റിൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. ഓക്കെ, ദ സൈറ്റ് ഓഫ് which crossing over occurs between non-sister chromatids. ക്രോസിംഗ് ഓവർ ആരുടെ ഇടയിൽ നടക്കുക? നോൺ സിസ്റ്റർ ക്രൊമാറ്റിൻ്റെ ഇടയിലാണ് നടക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമലോഗസ് ക്രോമസോം. ഹോമലോഗസ് ക്രോമസോമിൻ്റെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൻ്റെ ഇടയിലാണ് എന്ത്? ക്രോസിംഗ് ഓവർ നടക്കുക. ഡൗട്ടൊന്നുമില്ലല്ലോ? സിമ്പിളല്ലേ? ക്രോസിംഗ് ഓവർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ 2 ഹോമലോഗസ് ക്രോമസോം. ജെനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ ഈസ് ഓൾസോ എൻ എൻസൈം മീഡിയേറ്റഡ് പ്രോസസ്. എൻസൈം ഏതാ? നേരത്തെ പറഞ്ഞില്ലേ, ഏതായിരുന്നു? റീകോമ്പിനേസ് എൻസൈം വെച്ചിട്ടാണ് എന്ത് നടക്കുക? ഇതിൻ്റെ ക്രോസിംഗ് ഓവർ നടക്കുക. ഡൗട്ടൊന്നുമില്ലല്ലോ? നേരത്തെ പറഞ്ഞല്ലേ, റീകോമ്പിനേഷൻ നൊഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞു, റീകോമ്പിനേസ് പറഞ്ഞു, പിന്നെ ക്രോസിംഗ് ഓവർ ആർക്കുടെ ഇടയിലാണ് നടക്കുക? ഹോമലോഗസ് ക്രോമസോമിൻ്റെ ഇടയിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. ആരുടെ ഇടയിലാണ് നടക്കുക? ഹോമലോഗസ് ക്രോമസോമിലെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൻ്റെ ഇടയിലാണ് ക്രോസിംഗ് ഓവർ നടക്കുക. അപ്പോൾ റീകോമ്പിനേഷൻ നൊഡ്യൂൾ ഉണ്ടാവും. റീകോമ്പിനേഷൻ നടക്കുന്ന എൻസൈമിൻ്റെ പേരെന്താ? റീകോമ്പിനേസ് എന്ന എൻസൈമാണ്. പാക്കറ്റിൻ സ്റ്റേജ് ഓഫ് മിയോസിസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ ക്രോസിംഗ് ഓവർ. ഓക്കെ, crossing over leads to recombination of genetic material at the 2 chromosome. Recombination between homologous chromosome is accompanied by end of packeting and leaving the chromosome linked at the site of crossing over. Crossing over നടന്ന സൈറ്റിൽ ഇവരിങ്ങനെ ക്രോമസോം ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടാവും. എപ്പോൾ? പാക്കറ്റിങ്ങിൻ്റെ എൻഡിൽ. നെക്സ്റ്റ് സ്റ്റേജ് പാക്കറ്റിംഗ് കഴിഞ്ഞ് ഫോളോഡ് ബൈ ഡിപ്ലോട്ടിൻ. ഡിപ്ലോട്ടിൻ സ്റ്റേജ് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമിയൽ കോംപ്ലക്സ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സൈഗോട്ടിൻ സ്റ്റേജിൽ എന്ത്? സിനാപ്റ്റോമിയൽ കോംപ്ലക്സ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഡിസൊല്യൂഷൻ നടക്കുന്ന എപ്പോഴാ? ഡിപ്ലോട്ടിൻ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമിയൽ കോംപ്ലക്സ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ടെൻഡൻസി ഓഫ് റീകോമ്പിനന്റ് ഹോമലോഗസ് ക്രോമസോം ബൈവാലൻറ്റ് ടു സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. ബൈവാലൻറ്റ് ക്രോമസോം എന്ത് ചെയ്യും? ഇങ്ങനെ ഒട്ടി നിന്ന ആൾക്കാർ രണ്ടായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരും. എക്സെപ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം അവർ സെപ്പറേറ്റ് ആവില്ല, അവരങ്ങനെ നിൽക്കും, ഒട്ടി നിൽക്കും. ആ ഒരു എക്സെപ്റ്റ് അറ്റ് ദ സൈറ്റ് ഓഫ് ക്രോസിംഗ് ഓവർ നടന്ന സൈറ്റിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും അവരെന്ത് ചെയ്യും? ഡിസൊല്യൂഷൻ നടക്കും. ആ ഒരു ഇതിന് എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്? കയാസ്മേറ്റ. അതായത് ക്രോസിംഗ് ഓവർ നടന്ന സ്ഥലത്തല്ലാതെ ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യും? ഹോമലോഗസ് ക്രോമസോം ഡിറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ക്രോസിംഗ് ഓവർ നടന്നിടത്ത് എന്ത് ചെയ്യും? ഞങ്ങളിപ്പോൾ വിടൂല എന്നുള്ള രീതിയിൽ അവർ എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് അങ്ങനെ നിൽക്കും. അതിനുള്ള പേരാണ് എന്ത്? കയാസ്മേറ്റ. ഡൗട്ടൊന്നുമില്ലല്ലോടാ? ഓക്കെ അല്ലേ? ദ ഊസൈറ്റ് ഓഫ് സം വെർട്ടിബ്രേറ്റ് ആൻഡ് ഡിപ്ലോട്ടിൻ ക്യാൻ ലാസ്റ്റ് ഫോർ മന്ത്സ് ഓർ ഇയേഴ്സ്. ആ സെൻറ്റൻസ് ഒന്ന് നോക്കി വെച്ചോട്ടോ. ഊസൈറ്റ്സ് ഓഫ് സം വെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ ഡിപ്ലോട്ടിൻ, അങ്ങനത്തെ കേസിൽ ഡിപ്ലോട്ടിൻ സ്റ്റേജ് ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിന്നേക്കാം ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? അപ്പോൾ ഡിപ്ലോട്ടിൻ കഴിഞ്ഞു. ഡിപ്ലോട്ടിനിൽ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സും അതുപോലെ ക്രോസിംഗ് ഓവർ നടന്ന ഒരു എക്സെപ്റ്റ് എവിടെ? എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് കോൾഡ് കയാസ്മേറ്റ. ഓക്കെ അല്ലേ? ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഡയാകൈനസിസിൽ എന്താ?
മെയിനായിട്ട് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. കയാസ്മേറ്റയും എന്ത് ചെയ്യും, ഡിറ്റാച്ച് ചെയ്യും. പിന്നെ നമ്മളെ പ്രോഫേസ് 1 സാധാ പ്രോഫേസിൽ പറയണ പോലെ എന്തൊക്കെ നടക്കും, ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ന്യൂക്ലിയർ എൻവലപ്പ് ബ്രേക്ക് ചെയ്യും. അതുപോലെ മൈറ്റോട്ടിക് സ്പിൻഡിൽ ക്രോമസോം ആർ ഫുള്ളി കണ്ടൻസ്ഡ് ആവും, മൈറ്റോട്ടിക് സ്പിൻഡിൽ ഈസ് അസംബിൾ ആവും. ഓക്കെ അല്ലേ, ഈ ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഡൗട്ടൊന്നുമില്ലല്ലോ, ക്രോമസോം ഓക്കെ അല്ലേ. അപ്പോൾ പ്രോഫേസ് 1ൻ്റെ 5 സ്റ്റേജ് ഓക്കെ അല്ലേ, ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാഗൈനസിസ്. 5 സ്റ്റേജും ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ലെപ്റ്റോട്ടിനിൽ എന്താ കണ്ടൻസേഷൻ നടക്കും, സൈഗോട്ടിനിൽ എന്താ ബൈവാലൻ്റ് അല്ലെങ്കിൽ ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യും, പാക്കറ്റിനിൽ എന്താ ക്ലോസിംഗ് ഓവർ നടക്കും. ഇനി ഡിപ്ലോട്ടിനിൽ എന്താ ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോമിയൽ കോംപ്ലക്സ്. അല്ല സൈഗോട്ടിലുണ്ടായ സിനാപ്റ്റോമിയൽ കോംപ്ലക്സ് എന്ത് ചെയ്യും, ഡിസൊല്യൂഷൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ അല്ലേ. ഇനി അവസാനം ഡയാകൈനസിസിൽ എന്താ ചെയ്യും, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. ആ വേർഡ് ഓർത്തിരിക്കണം കേട്ടോ, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ ഇതിലാ ഡയാകൈനസിസിലെ. അതുപോലെ മൈറ്റോട്ടിക് സ്പിൻഡിലൊക്കെ അസംബിൾ ചെയ്യും, ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ഡിഗ്രേഡ് ചെയ്യും. ഇനി അടുത്ത് മെറ്റാഫേസ് 1. അപ്പോൾ പ്രോഫേസ് 1 ഓക്കെ അല്ലേ, പ്രോഫേസ് 1 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ. മെറ്റാഫേസ് 1 ഒന്നുമില്ല, നമ്മൾ മൈറ്റോസിസിൽ പറഞ്ഞ പോലെ ക്രോമസോംസ് ഇക്വേറ്ററിൽ എന്ത് ചെയ്യും, അലൈൻ ചെയ്യും. പക്ഷേ മൈറ്റോസിസത്തെ പോലെ അല്ല അലൈൻ ചെയ്യുക. ഇറ്റ്സ് എ ഡിഫറൻസ്, ദർ ഇസ് എ ഡിഫറൻസ്. എന്താ ഡിഫറൻസ്, എന്താ കണ്ടോ. അതായത് മൈറ്റോസിസിൽ നമ്മൾ ഒരു ക്രോമസോമിൽ തന്നെ 2 സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്നും അറ്റാച്ച് ചെയ്യില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു ക്രോമസോമിൽ ഒരു ബോളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുള്ളൂ. അതായത് ഹോമോലോഗസ് ക്രോമസോം അങ്ങനെ പെയർഡ് ആയിട്ട് തന്നെയാണ് ഇക്വേറ്ററിൽ വെക്കുക. ഇത് കണ്ടില്ലേ, ഇത് രണ്ടും ഹോമോലോഗസ് ക്രോമസോമാണ്, ഇവർ പെയർഡ് ആയിട്ട് വെക്കുള്ളൂ. ഒരു ബോളിൽ നിന്നുള്ള ഒരു സ്പിൻഡിൽ ഫൈബേഴ്സേ ഒരു ക്രോമസോമിൽ വെക്കുള്ളൂ. ഇങ്ങനെ മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ അലൈൻ ചെയ്യും. ഡൗട്ടൊന്നുമില്ലല്ലോ, ഇതിങ്ങനെ മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് വെക്കും. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. മെറ്റാഫേസ് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ മൈറ്റോസിസിൻ്റെ ആ സെയിം തന്നെ, ഒരു ഡിഫറൻസ് ഉള്ളൂ. മെറ്റാഫേസിൽ ഇവിടെ 2 ലെയറായിട്ടാണ് വെക്കുക. മറ്റേത് അങ്ങനെ തന്നെ, നമ്മളൊരു സിംഗിൾ മെറ്റാഫേസിക് പ്ലേറ്റാണ് മൈറ്റോസിസിൽ വെക്കുക. ഇവിടെ എന്ന് വെച്ചാൽ ഹോമോലോഗസ് ക്രോമസോം ഇങ്ങനെ വെക്കുക. ഒരു ക്രോമസോമിന്മേ ഒരു പോളിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് മാത്രമേ അറ്റാച്ച് ചെയ്യുള്ളൂ. അതാണ് മൈറ്റോസിസിനുള്ള ഡിഫറൻസ്. ഇനി അനാഫേസിൽ എന്ത് ചെയ്യും, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഷോർട്ടൻ ചെയ്യും. എന്ത് ചെയ്യും, ക്രോമസോംസ് ഇക്വേറ്ററിലേക്ക് പോൾസിലേക്ക് മൂവ് ചെയ്യും, നമ്മൾ മൈറ്റോസിസിൽ പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ ഉള്ള ഡിഫറൻസ് എന്താ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവുന്നില്ല. അതുപോലെ ക്രോമസോം നമ്പർ നേരെ ഹാഫ് ആവുന്നുണ്ട്. അതായത് 46 ക്രോമസോം ഇങ്ങനെ മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ 23 പെയറായിട്ട് വെച്ചിട്ടുണ്ട് വിചാരിച്ചോ, 23 ഇതിങ്ങനെ അനാഫേസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 23 ഒരു പോളിലേക്കും പോകും, മറ്റേ 23 മറ്റേ പോളിലേക്കും പോകും. അങ്ങനെ എന്ത് ചെയ്യും, ക്രോമസോം നമ്പർ നേരെ ഹാഫ് ആവുന്നുണ്ട്. അതാണ് ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, അനാഫേസ് ഇതിലെന്താ, സെൻട്രോമിയർ ഇവിടെ സ്പ്ലിറ്റ് ആവുന്നില്ല. മൈറ്റോസിസിൽ എന്താണ്, സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അതാണ് അനാഫേസ് 1 കേട്ടോ, അനാഫേസ് 1ൻ്റെ പ്രത്യേകത. ഇനി അനാഫേസ് 1 കഴിഞ്ഞാൽ ടീലോഫേസ് 1. സിമ്പിൾ, നമ്മൾ സാധാ ഇതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ വീണ്ടും എന്ത് ചെയ്യും, ന്യൂക്ലിയർ എൻവലപ്പും ഇതൊക്കെ റീഗെയിൻ ചെയ്യും. ന്യൂക്ലിയർ എൻവലപ്പ് റീഗെയിൻ ചെയ്യും, ക്രോമസോം എന്ത് ചെയ്യും, ഡീകണ്ടൻസ് ചെയ്യും. ദീസ് തിങ്സ് നടക്കും. അതുപോലെ എന്ത് ചെയ്യും, ഇവിടെ 2 സെൽസ് ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് എന്ത്, ഡയാഡ് ഓഫ് സെൽസ്. ഈ ഡയാഡ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്ന എവിടെയാണ്, എവിടെയാടാ, ടീലോഫേസ് 1 ഓഫ് മിയോസിസ്. ഓക്കെ അല്ലേ, ഡയാഡ് ഓഫ് സെൽ ഫോം ചെയ്യും. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ പ്രോഫേസ് ഓക്കെ അല്ലേ, സെറ്റല്ലേ. ഇപ്പോൾ പ്രോഫേസ് കഴിഞ്ഞു. മെറ്റാഫേസിൽ എന്താ, ബൈവാലൻ ക്രോമസോം അലൈൻ on the equator plate and the microtubules from the opposite poles spindle attached to the kinetochore of homologous chromosome. പറഞ്ഞില്ലേ, അത് കഴിഞ്ഞു. അനാഫേസിൽ എന്താ, ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് വൈൽ സിസ്റ്റർ ക്രോമാറ്റിഡ് റിമെയിൻ അസോസിയേറ്റ് വിത്ത് ദെയർ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആവാത്തത് കൊണ്ട് എന്താ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. സിസ്റ്റർ ക്രോമാറ്റിഡ്സിന് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ആവുന്നില്ല.
ഇനി അടുത്ത ടീലോഫേസ് 1. ഇവിടെ എന്താ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ് ഇവരൊക്കെ എന്ത് ചെയ്യും, റീഅപ്പിയർ ചെയ്യും, സൈറ്റോകൈനസിസ് നടക്കും. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് 2 സെല്ല് കിട്ടും, ഡയാഡ് ഓഫ് സെൽസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കില്ലേ 4 സെൽസ് കിട്ടുന്നല്ലേ സാർ നേരത്തെ പറഞ്ഞത്, ഇതിപ്പോൾ എങ്ങനെ 2 സെൽസ് അല്ലേ ഉള്ളൂ, അതെന്താ സാറേ 4 സെൽസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ആയതെന്ന് നിങ്ങൾ ചോദിക്കില്ലേ. അത് കഴിഞ്ഞിട്ടില്ലടാ, മിയോസിസ് 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഈ മിയോസിസ് 2 കൂടെ ഉണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മൾ മിയോസിസ് ഒറ്റ ഇതായിട്ട് പറയാം. മിയോസിസ് 1 കഴിഞ്ഞിട്ടുള്ളൂ, ഇനി മിയോസിസ് 2 നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 4 സെൽസ് കിട്ടുക. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് റീഅപ്പിയർ, സൈറ്റോകൈനസിസ് എന്നിട്ട് എന്ത് ചെയ്യും, ഡയാഡ് ഓഫ് സെൽസ്, നമുക്ക് 2 സെല്ല് കിട്ടും. ഓൾദോ many cases of chromosome do undergo some dispersion, they do not reach extremely extended state of interphase nucleus. Okay, the stage between two meiotic division is called interkinesis. Interkinesis അതായത് മിയോസിസ് 1 നടന്നു, മിയോസിസ് 2 നടക്കാൻ പോവുക, ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് എന്ത്, ഇൻ്റർകൈനസിസ്. ഓക്കെ, ഒരു നോർമൽ ന്യൂക്ലിയസിൻ്റെ ആ ഒരു ലെവലിലേക്ക് എന്ത് ഈ ന്യൂക്ലിയസ് എത്തില്ല. പഴയ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ റീഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യും, മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യും. അതാണ് പറഞ്ഞത്, ദേ ഡു നോട്ട് റീച്ച് ദ എക്സ്ട്രീംലി എക്സ്റ്റെൻഡഡ് സ്റ്റേറ്റ് ഓഫ് ഇൻ്റർഫേസ് ന്യൂക്ലിയസ്. അതായത് ഒരു ഇൻ്റർഫേസ് ന്യൂക്ലിയസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫേസിലേക്ക് ഇവരെത്തില്ല, ഡയാഡ് ഓഫ് സെൽസ് എത്തില്ല. അതിന് മുന്നേ ഇവരെന്ത് ചെയ്യും, മിയോസിസ് 2ലേക്ക് കടക്കും, മിയോസിസ് 2ലേക്ക് കിടക്കും. അതിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിന് പറയുന്നവരാണ് എന്ത്, ഇൻ്റർകൈനസിസ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ദർ ഇസ് നോ റെപ്ലിക്കേഷൻ ഓഫ് DNA ഡ്യൂറിങ് ഇൻ്റർകൈനസിസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, DNA റെപ്ലിക്കേഷൻ ഒറ്റ ടൈമിലേ നടക്കുകയുള്ളൂ, ഫസ്റ്റിൽ മിയോസിസ് 1 മുന്നേ. അതിൻ്റെ ഇടയിൽ പിന്നെ റെപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇൻ്റർകൈനസിസിൽ വേറെ DNA റെപ്ലിക്കേഷനും ഇല്ല. മിയോസിസ് 1നും 2നും കൂടിയിട്ട് ഒറ്റ പ്രാവശ്യം DNA റെപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. അതെപ്പോഴാണ്, ബിഫോർ മിയോസിസ് 1. ഓക്കെ അല്ലേ. Interkinesis followed by prophase 2, much simpler prophase than prophase 1. അപ്പോൾ ഇൻ്റർകൈനസിസ് നടന്നു, അതായത് മിയോസിസ് 1 കഴിഞ്ഞു, ഇൻ്റർകൈനസിസിലെത്തി, അവിടെ നേരെ പ്രോഫേസ് 2ലേക്ക് പോകുന്നു. അപ്പോൾ മിയോസിസ് 1 കഴിഞ്ഞു, ഇനി മിയോസിസ് 2ലേക്ക് പോകുന്നു. മിയോസിസ് 1 നമ്മൾ പറഞ്ഞത് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഓക്കെ, പ്രോഫേസ് 1 ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കിറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാകൈനസിസ്. ഡൗട്ടൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ. ഓക്കെ, ഇനി മിയോസിസ് 2. മിയോസിസ് 2ൽ ഫസ്റ്റ് പ്രോഫേസ് 2. പ്രോഫേസ് 2 എന്ന് പറഞ്ഞാൽ എന്താ, സിംപ്ലി നമ്മൾ അതേ സെയിം സംഭവം തന്നെ, നമ്മൾ മൈറ്റോസിസ് പറഞ്ഞില്ലേ, മിയോസിസ് 2 ഈക്വൽ ടു മൈറ്റോസിസ് എന്ന് പറയാം. മൈറ്റോസിസ് തന്നെയാണ് മിയോസിസ് 2. മിയോസിസ് 2 പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ മൈറ്റോസിസ് പഠിച്ചില്ലേ, അതേ സെയിം സംഭവം തന്നെയാണ് എന്തുള്ളത്, മിയോസിസ് 2ലുള്ളത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മിയോസിസ് 1 വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മിയോസിസ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം, കാരണം മൈറ്റോസിസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ, അതുകൊണ്ട്. ഓക്കെ, മിയോസിസ് 2 ഈസ് ഇനീഷ്യേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സൈറ്റോകൈനസിസ്, യൂഷ്വലി ബിഫോർ ക്രോമസോം ഹാവ് ഫുള്ളി ഇലോങ്ങേറ്റഡ്. ക്രോമസോം ഫുള്ളി ഇലോങ്ങേറ്റഡ് ആവുന്നതിന് മുന്നേ തന്നെ, ഫുള്ളി ഡീകണ്ടൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യും. ഇൻ കോൺട്രാസ്റ്റ് ടു മിയോസിസ് 1, മിയോസിസ് 2 റിസംബിൾസ് നോർമൽ മൈറ്റോസിസ് പോലെ തന്നെ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യും. ഇവിടെ എന്തൊക്കെ നടക്കുക, പ്രോഫേസ് 2ൽ എന്ത് നടക്കുക, ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യും. ഡിസപ്പിയർ ചെയ്യും ആൻഡ് ക്രോമസോം അഗെയിൻ ബിക്കം കോമ്പാക്റ്റ്. ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡിസപ്പിയർ ചെയ്യും. ക്രോമസോം വീണ്ടും എന്ത് ചെയ്യും, കണ്ടൻസ്ഡ് ഫോം, ക്രോമസോമിൻ്റെ ഒരു മെയിൻ സ്ട്രക്ചറിലേക്കായിട്ട് നിൽക്കും. ഓക്കെ, കണ്ടൻസ്ഡ് ഫോം ആയിട്ടുള്ള ക്രോമസോം നിൽക്കും. മെറ്റാഫേസ് 2 എന്ന് പറഞ്ഞാൽ എന്താ, ക്രോമസോം അലൈൻഡ് ഇക്വേറ്റർ, സെയിം ഓഫ് പ്രോഫേസ് ഇത് മൈറ്റോസിസ് പോലെ തന്നെ ഇക്വേറ്ററിൽ എന്ത് ചെയ്യും, ക്രോമസോമിനെ അലൈൻ ചെയ്യും. ആൻഡ് മൈക്രോട്യൂബ്യൂൾസ് ഫ്രം ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സ്പിൻഡിൽ ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോർ ഓഫ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇവിടെ എങ്ങനെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുക, നമ്മളിതിൽ പറഞ്ഞില്ലേ എങ്ങനെ, അതായത് ബോത്ത് പോൾസ്, മൈറ്റോസിസ് പറഞ്ഞില്ലേ 2 പോൾസ് എന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സും വന്നിട്ട് എന്ത് ചെയ്യും, ഒരു ക്രോമസോമിൽ അറ്റാച്ച് ചെയ്യും. ഒരു ക്രോമസോമിൽ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ടെങ്കിൽ 2 പോളുമെന്നും വന്ന്, അതായത് ഒരെണ്ണത്തിയും ഒരു പോളുമെന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിൻ്റെ മേലെ ഓപ്പോസിറ്റ് പോളുമെന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ഉണ്ടാവും, മോസ്റ്റ് പ്രോബബ്ലി എന്തുണ്ടാവും, 2 കൂടി വലിക്കുമ്പോൾ, ഇതിങ്ങനെയുള്ളത് 2 കൂടി വലിക്കുമ്പോൾ എന്താവും, ഇങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പോൾ എന്തുണ്ടാവും, സെൻട്രോമിയർ ഇവിടെ ഡിവൈഡ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ബിഗിൻസ് സൈമൾട്ടേനിയസ്ലി സ്പ്ലിറ്റിംഗ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇത് മെറ്റാഫേസ് 2 ആണല്ലേ,
Chromosome aligned in the equator, microtubules from the opposite sides of spindle get attached to the kinetic കോറിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഇതാണ് എന്ത് വരുന്നത്, പ്രോഫേസ് 2. ന്യൂക്ലിയർ എൻവലപ്പൊക്കെ പോയി, ഡിഗ്രേഡ് ചെയ്തു. മെറ്റാഫേസ് പ്ലേറ്റിൽ ഇങ്ങനെ നിർത്തി, അതായത് മെറ്റാഫേസിൽ ഇങ്ങനെ നിർത്തി. എന്ത് ചെയ്യും, അനാഫേസിൽ എന്ത് ചെയ്തു, സെൻട്രോമിയർ സ്പ്ലിറ്റായി ഇങ്ങനെ പോയി. അതേ സെയിം, അതായത് സെൻട്രോമിയർ ടുവേർഡ്സ് ദ പോൾസും ഇത് ക്രൊമാറ്റിഡ്സ് ട്രെയിലിംഗ് ബിഹൈൻഡ്, അതായത് ഇക്വേറ്ററിലേക്കായിട്ട് ആ സെയിം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ, അതേ സെയിം ഇതായിട്ട് നിൽക്കുന്നുണ്ട് അനാഫേസിൽ. ഓക്കെ അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ടീലോഫേസ് വരും. അടുത്തത് ടീലോഫേസ് വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും 4 സെല്ലായിട്ട് മാറും. അപ്പോൾ ഈ ഡയാഡ് ഓഫ് സെൽസിൽ എന്ത് നടക്കും, മൈറ്റോസിസ് നടന്നിട്ട് 4 സെല്ലാവും. അതായത് ഒരു സെല്ല് വീണ്ടും 2ആയിട്ട് മാറിയിട്ട് ഈ 2 സെല്ല് മൊത്തം 4 സെല്ലായിട്ട് മാറും. അതിനാണ് എന്ത് പറയുന്നത്, മിയോസിസ് 2 എന്ന് പറയുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അനാഫേസ് 2 എന്ന് പറഞ്ഞാൽ ബിഗിൻസ് വിത്ത് simultaneous splitting of centromere of each chromosome, allow them to move towards the opposite poles of cell. Opposite poles പോവും, shortening of microtubule attached to the kinetic കോറിൽ അറ്റാച്ച് ചെയ്ത മൈക്രോട്യൂബ്യൂൾസ്, അതായത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ഷോർട്ടൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിനെ സെൻട്രോമിയറിനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് 2 ഫേസിലേക്ക് അങ്ങനെ കൊണ്ടുപോകും. ഓക്കെ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി ടീലോഫേസ് 2. Meiosis end with the telophase 2, which is 2 group of chromosomes once again get enclosed by nuclear envelope. അപ്പോൾ ടീലോഫേസ് 2ൽ എന്താണ്, വീണ്ടും ന്യൂക്ലിയർ എൻവലപ്പ് വന്നിട്ട് ഇവരെ വീണ്ടും എന്ത് ചെയ്യും, കവർ ചെയ്യും. സിന്തസിസ് ഫോർമേഷൻ ഓഫ് ടെട്രാഡ് ഓഫ് സെൽ, 4 സെല്ല് ഉണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 2 4. ഇപ്പോൾ മനസ്സിലായോ മിയോസിസ് 2ൻ്റെ ലാസ്റ്റ് എങ്ങനെ 4 സെല്ല് വരുന്നതെന്ന്? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു ഡിപ്ലോയിഡ് സെല്ലിന് മിയോസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4 ഹാപ്ലോയിഡ് സെൽസ് കിട്ടും, 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് കിട്ടും. ഡൗട്ടുണ്ടോ? ഡൗട്ടില്ലല്ലോടാ. ഓക്കെ അല്ലേ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ ഓൾമോസ്റ്റ്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? മിയോസിസ് എന്തിനാ, നമ്മളെ ഗ്യാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മിയോസിസിൽ ക്രോസിങ് ഓവർ നടക്കുന്നില്ലേ, ഈ ക്രോസിങ് ഓവർ നടക്കുന്നതിനുള്ള ഉപകാരം എന്താ, ഈ ജെനറ്റിക് വാരിയബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് തന്നെ അനിവാര്യമാണ്. ഓക്കെ, മിയോസിസ് ഇസ് എ മെക്കാനിസം ബൈ വിച്ച് കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് ക്രോമസോം നമ്പർ, ക്രോമസോം നമ്പർ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 23 ഉള്ളത് കൂടി ചേരുമ്പോഴാണ് 46 ആവുള്ളൂ. ഇപ്പം നേരെ മറിച്ച് മൈറ്റോസിസ് വഴിയാണ് ഗാമറ്റ്സ് ഉണ്ടാവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുള്ള പ്രശ്നം. മദറിൽ നിന്നുള്ള ഒരു 46 ക്രോമസോമും ഫാദറിൽ നിന്നുള്ള 46 കൂടിയിട്ട് നമ്മൾ എത്ര വരും, 46 92 ക്രോമസോം വരില്ലേ. നമ്മൾ മനുഷ്യരല്ല, വേറെ വല്ല ജീവിയുമായിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെ വരരുത്. ഓക്കെ, ഈച്ച് സ്പീഷീസ് ഇസ് achieved across generation of sexually reproducing organism, even though process per paradoxically result in the reduction of chromosome number by half. പകുതിയാവുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഇൻക്രീസ് ഇൻ ജെനറ്റിക് വാരിയബിലിറ്റി ഉണ്ടാക്കാൻ കാരണം എന്താ, ക്രോസിംഗ് ഓവർ നടക്കുന്നില്ലേ, അതുകൊണ്ട്. ദ പോപ്പുലേഷൻ ഓഫ് ഓർഗൻസ് ഫ്രം one generation to another generation. Variations are very important for the process of evolution. നടക്കണമെങ്കിൽ എന്ത് വേണം, വേരിയേഷൻസ് വേണം. ഓക്കെ, ക്രോസിംഗ് ഓവർ നടക്കുന്നത് മനസ്സിലായോ? ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മിയോസിസ് മൈറ്റോസിസ് ഒക്കെ ഓക്കെ അല്ലേ, മിയോസിസ് മൈറ്റോസിസ് ഒക്കെ ഓക്കെ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ മൈറ്റോസിസ് പറഞ്ഞു, മൈറ്റോസിസിൽ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു, മിയോസിസ് പറഞ്ഞു. മിയോസിസിൽ 2 ഇതായിട്ട് നടക്കുന്നത് മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. മിയോസിസ് 1ൽ എന്ത് നടക്കുന്നുണ്ട്, പ്രോഫേസ് 1 ഉണ്ട്, അതന്നെ 5 സ്റ്റേജ് ഉണ്ട്, ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ആൻഡ് ഡയാക്കൈനസിസ്. ആൻഡ് മൈറ്റോസിസ് പ്രോഫേസ് 1 കഴിഞ്ഞാൽ മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. അത് കഴിഞ്ഞിട്ട് മിയോസിസ് 2 കിടക്കുന്നതിൻ്റെ മുന്നേ എന്തുണ്ട്, ഇൻ്റർകൈനസിസ് ഉണ്ട്. ഇൻ്റർകൈനസിസ് കഴിഞ്ഞ് മിയോസിസ് 2ൽ കിടക്കുമ്പോൾ സാധാ മൈറ്റോസിസ് പോലെ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. സാധാ മൈറ്റോസിസ് പോലെയാണ് മിയോസിസ് 2. മിയോസിസ് എപ്പോഴാണ് നടക്കുക? മെയിനായിട്ട്
ഗാമറ്റ് സിന്തസിസിന് വേണ്ടിയിട്ടാണ് മിയോസിസ് നടക്കുക. മൈറ്റോസിസ് എപ്പോൾ നടക്കുക? മൈറ്റോസിസ് യൂഷ്വലി സെൽ ഗ്രോത്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മൈറ്റോസിസ് നടക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടടാ? ഇല്ലല്ലോ. ഈ ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ ബൈ ലൈൻ വായിച്ച് പഠിക്കണം. കാരണം ഇത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറിയാണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്, വെറുതെ വിട്ട് കളയരുത്. ഓക്കെ, നമ്മളെ +1 NCERT-യിൽ തന്നെ ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് എന്ത്? സെൽ സൈക്കിൾ. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് സെൽ സൈക്കിൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നന്നായി പഠിക്കണം, ലൈൻ ബൈ ലൈൻ വായിച്ച് പഠിക്കണം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നിങ്ങളങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ശരിടാ, ഓൾ ദി ബെസ്റ്റ്. ഇരുപത്തിമൂന്ന് ദിവസം